الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد فإن خير الكلام كلام الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا نحن نزلنا الذكر وإنا له لحافظون صدق الله العلي العظيم ووالي الناس الرضا عثمان وبايع الكل له ودانوا فحلهم معا على الجهاد فانبعث القوم على ميعاد وقاصدوا مصححين النية نحو أذربيجان وإرمينيا فاجتمع الشامي والعراق في ذلك الغزو على وفاق فسامع البعض قراءة البعض فقابلوا قراءتهم بالنقل واختلفوا في أحرف التلاوة حتى بدت بينهم العداوة وواصل الأمر إلى عثمان أخباره حذيفة بالشان وما جرى بينهم هناك وما رأى من أمرهم في ذاك وقال هذا الأمر فادركه فهو معضل فلا تتركه فجامع الإمام من في الدار من المهاجرين والأنصار وقال قد رأيت أمرا فيه مصلحة وهو ما أحكيه رأيت أن نجمع هذه الصحف في مصحف بصورة لا تختلف أدخله ما بين دفتين فصوب الكل لذي النورين مقالة وما رأى من ذاك ولم يكن مخالف هناك اللهم صل وسلم وبارك على حبيبك سيدنا محمد وعلى آل سيدنا محمد اللهم اغفر لنا وارحمنا ولوالدنا ولأساتذتنا ولمصنفي هذا الكتاب ولسائر المصنفين الصالحين يا أرحم الراحمين സഹോദരന്മാരെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഉലൂമുൽ ഖുർആൻ എന്ന് പറയുന്ന എന്നതിൽപ്പെട്ട ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇന്നലെ നമ്മൾ സംസാരിച്ചത് ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഖുർആനിന് നടന്ന ക്രോഡീകരണത്തെ സംബന്ധിച്ചാണ്. ഖുർആൻ ക്രോഡീകരണം എങ്ങനെയായിരുന്നു എന്നുള്ള സംക്ഷിപ്ത രൂപം നാം ഇന്നലെ ആയിട്ട് മനസ്സിലാക്കി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട സാലിസുൽ ഖുലഫ അമീറുൽ മുഅ്മിനീൻ ദുന്നൂറൈനി ഖത്നു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅഹദുൽ മുബശ്ശിരീന ബിൽ ജന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഇബ്നു അബുൽ ആസ് ഇബ്നു ഉമയ്യ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ നടന്ന പരിശുദ്ധ ഖുർആന്റെ ക്രോഡീകരണത്തെക്കുറിച്ചാണ്. സിദ്ദീഖ് റളിയല്ലാഹു തആലാന്റെ ക്രോഡീകരണം എന്ന് പറയുന്നതും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ ക്രോഡീകരണം എന്ന് പറയുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തുള്ള ക്രോഡീകരണം എന്ന് പറയുന്നതും മൂന്നും ക്രോഡീകരണം എന്ന പേരിൽ യോജിക്കുമെങ്കിലും ഈ മൂന്ന് ക്രോഡീകരണവും വ്യത്യസ്ത രൂപത്തിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലുള്ള ക്രോഡീകരണത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 3 ക്രോഡീകരണമാണല്ലോ. 3 ക്രോഡീകരണമാണ് പരിശുദ്ധ ഖുർആന് നടന്നിരിക്കുന്നത്. ഒന്ന് റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ അതാത് സന്ദർഭങ്ങളിൽ ഇറങ്ങുന്ന ആയത്തുകൾ തന്റെ നിശ്ചിത എഴുത്തുകാരെ വിളിച്ചുകൊണ്ട് അത് എഴുതി രേഖപ്പെടുത്തിക്കൊണ്ട് അവിടെ സൂക്ഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. അതിൽ പ്രമുഖനായിരുന്നു മദീനത്ത് വന്നതിന് ശേഷമുള്ള സ്വഹാബികളിൽ ബഹുമാനപ്പെട്ട സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു. അതിന്റെ മുമ്പ് മക്കയിൽ വെച്ചുകൊണ്ടും അനവധി അലി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു തുടങ്ങിയ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, പിന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തുടങ്ങിയ അബ്ദുല്ലാഹി ഇബ്നു തുടങ്ങിയതായിരിക്കുന്ന മുഹാജിറുകളായ സ്വഹാബികൾ മദീനയിൽ വെച്ചുകൊണ്ടും എന്ത് ചെയ്തിരുന്നു? പരിശുദ്ധ ഖുർആന്റെ വഹി എഴുതിക്കൊണ്ടിരുന്നു എന്നുള്ള കാര്യം നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തിരുന്നു? അതൊക്കെ രേഖപ്പെടുത്തി വെക്കുക. എന്നിട്ട് അത് വിവിധ സാധനങ്ങൾ, വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു ഈത്തപ്പന മട്ടലുണ്ടായിരുന്നു, ഒട്ടകത്തിന്റെ ഒക്കെ തോലിൽ അത് വൃത്തിയാക്കിയതിനു ശേഷം തോലുകളിൽ എഴുതി വെച്ചിരുന്നു. ഒട്ടകത്തിന്റെ പുറത്ത് വെക്കുന്ന ഒരു പലകയുണ്ട്, ആ പലകയുടെ മേൽ എഴുതി വെച്ചിരുന്നു. വെള്ളാരം കല്ലിൽ എഴുതി വെച്ചിരുന്നു. അതുപോലെ തന്നെ കടലാസിൽ എഴുതി വെച്ചിരുന്നു. നിരവധി സ്ഥാനങ്ങളിലായി എഴുതി വെച്ചിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ അത് ഒന്നിച്ച് സൂക്ഷിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലുള്ളതായ ജംഉൽ ഖുർആൻ എന്ന് പറയുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരം ഇന്ന സൂറത്ത് ഈ സൂറത്ത് ഇവിടെ വെക്കണം, ആ സൂറത്തിൽ ഇത്ര ഇന്ന ആയത്തുകളൊക്കെ അതിൽ ഉൾക്കൊള്ളിക്കണമെന്നുള്ള പ്രത്യേക നിർദ്ദേശപ്രകാരം തന്നെ ആ എഴുതി വെച്ചത്. പിന്നെ ഇൻഷാ അല്ലാഹ് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെയും ഉമർ ഖത്താബ് പിന്നെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു കാലഘട്ടത്തിലുള്ള ഈ 2 ക്രോഡീകരണത്തിന് വ്യത്യാസങ്ങൾ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. ശേഷം വരുന്നുണ്ട് വിഷയങ്ങൾ. ചുരുക്കം പറഞ്ഞാൽ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലുള്ളതായിരിക്കുന്ന ക്രോഡീകരണം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അവിടെ വിവിധ വസ്തുക്കളിലായിട്ട് രേഖപ്പെടുത്തി വെച്ചിരുന്നതായ പരിശുദ്ധ ഖുർആൻ ഒരു ചരടിൽ കോർത്തിണക്കി എന്നുള്ളതാണ്. അതെല്ലാം അതിൽ നിന്നൊക്കെ എടുത്ത് മാറ്റി പിന്നെ ഈ തുകിലിലും അതുപോലെ തന്നെ വെള്ളാരം കല്ലുകളിലും ഈത്തപ്പന മട്ടലുകളിലും പലകകളിലും അതുപോലെ കടലാസുകളിലും ഒക്കെ എഴുതി വെച്ചിരുന്ന പരിശുദ്ധ ഖുർആൻ അത് മുഴുവനും ഒരൊറ്റ മുസ്ഹഫിന്റെ 2 ചട്ടക്കൂടിന്റെ ഉള്ളിലാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതായത് അതൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു ചരടിൽ കോർത്ത് കെട്ടി ഒരു മുസ്ഹഫാക്കി, മുസ്ഹഫ് എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. മനസ്സിലായില്ലേ? മുസ്ഹഫ് എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. ഇതാണ് സിദ്ദീഖ് റളിയല്ലാഹു തആല സിദ്ദീഖ് റളിയല്ലാഹു തആല കാലഘട്ടത്തിലുള്ള ജമ്മു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലുള്ള ജമ്മു എന്ന് പറയുന്നതും അതുപോലെ തന്നെ പിന്നെ ഉസ്മാൻ റളിയല്ലാഹു തആലാന്റെ കാലഘട്ടത്തിലുള്ള ജമ്മു എന്ന് പറയുന്നതും സിദ്ദീഖ് റളിയല്ലാഹു തആലാന്റെ കാലഘട്ടത്തിലുള്ള ജമ്മു എന്ന് പറയുന്നതൊക്കെ കുറഞ്ഞ വ്യത്യാസങ്ങളുണ്ട്. എല്ലാം ക്രോഡീകരണം തന്നെയാണ്. പിന്നെ ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു നമ്മുടെ ഒരു സുഹൃത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദ്യം അതിന്റെ മറുപടിയോട് കൂടെ നമുക്ക് തുടങ്ങാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാധാരണ സംസാരം എന്ന് വെച്ചാൽ റസൂലുള്ളാഹിന്റെ ഹദീസും, റസൂലിന്റെ സംസാരം തന്നെയല്ല ഹദീസ് എന്ന് പറയുന്നത്, ആ ഹദീസും അതുപോലെ തന്നെ ഖുർആന്റെ വഹിയും തമ്മിൽ എങ്ങനെയായിരുന്നു സഹാബത്ത് വേർതിരിച്ച് മനസ്സിലാക്കിയിരുന്നത്? അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ഇന്നലെ അതിന്റെ ചുരുക്കം പറഞ്ഞിട്ടുണ്ട്. വഹി ഇറങ്ങുമ്പോൾ അത് ഖുർആനാണെന്ന് സഹാബത്തിന് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂല് ചില കാര്യങ്ങൾ പറയുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഹിയായിട്ട് വരുന്നത് ഖുർആനാണെന്നവർ മനസ്സിലാക്കിയിരുന്നു. അള്ളാഹുവിന്റെ റസൂല് ചില കാര്യങ്ങൾ പറയുന്നത് അത് ഹദീസാണെന്ന് മനസ്സിലാക്കി. അപ്പൊ നമുക്ക് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ട് അതിന്റെ നമ്മൾ ഉലൂമുൽ ഖുർആനാണല്ലോ ഇപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് ഉലൂമുൽ ഖുർആനിലാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നമുക്ക് നടത്തുന്നത് ഉചിതമായിരിക്കും. അപ്പം നമുക്ക് നോക്കുക, ഒരുപാട് അടയാളങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്,
അതുമായിട്ട് ചർച്ച ചെയ്തു നോക്കുമ്പോൾ അതിന്റെ അതിലുള്ള ഒരു അന്വേഷണം നടത്തി നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് ഒരുപാട് വിഷയങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. പിന്നെ എന്തെല്ലാം രൂപത്തിലായിരുന്നു, ഏതെല്ലാം അടയാളങ്ങളെ കൊണ്ടായിരുന്നു സഹാബത്ത് പരിശുദ്ധ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട് വഹി ഇറങ്ങുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്നത്. ഒന്നാമതായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ, അപ്പം ഒന്നാമതായിട്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ വിയർപ്പ് പൊടിയുക എന്നുള്ളത്, നെറ്റി എന്നുള്ളത് കാണുന്നതാണ്, വിയർപ്പ് പൊടിയുക എന്നുള്ളത് തസബ്ബുൽ അറഖ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയട്ടെ, പ്രിയപത്നി ഉമ്മുന ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് വലഖദ് റഅയ്തുഹു യൻസിലു അലൈഹി ഫിൽ യൗമി ശദീദിൽ ബർദ് ഫയുഫ്സമു അൻഹു വഇന്ന ജബീനഹു ലിയതഫസ്സദു അറഖാ. ശക്തമായ തണുപ്പുള്ള ദിവസത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ വഹി ഇറങ്ങുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹിനെ ഞാൻ കണ്ടത്. ഫയുഫസ്സമു അൻഹു വഇന്ന ജബീനഹു ലിയതഫസ്സദു അറഖാ. ആ വഹി എങ്ങ് ഇറങ്ങിക്കഴിയുമ്പോഴേക്കും റസൂലുള്ളാഹിന്റെ ശരീരം ആകെ വിയർപ്പ് വന്നിട്ടുണ്ടാകും. ശരീരം ആകെ വിയർത്തൊലിക്കുന്നതായ രംഗം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവർക്കെന്ത് മനസ്സിലാകും? നബിയുടെ കാലത്ത് എഴുതി വെച്ച വല്ല വസ്തുക്കൾ ഇപ്പോൾ ഉണ്ടോ? ഇല്ലല്ലോ. നബിയുടെ കാലത്ത് എഴുതി വെച്ച വസ്തുക്കൾ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഹഫ്സാ ബീവിന്റെ വീട്ടിൽ നിന്ന് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ജമ്മു ചെയ്ത ക്രോഡീകരിച്ച മുസ്ഹഫ് കൊണ്ടുവന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? അതിന്ന് ശരിയായ കോപ്പി പകർത്ത് എടുത്ത് പിന്നെ ആധാറുകളോ ഖുർആനെ പറ്റില്ല, പിന്നെ സംസാരിക്കും ഉസ്താദെ, അത് പിന്നെ പറയാൻ നമുക്ക് അത് വലിയ വിഷയമല്ലേ, നമ്മൾ ഇതിന്റെ ഇടയിൽ പറഞ്ഞപ്പോ എവിടെ എത്തൂല. നമ്മൾ ഖുർആനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞു, അഫ്സാർ റളിയല്ലാഹുവിന്റെ വീട്ടിലുണ്ടായിരുന്ന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷം സിദ്ദീഖ് റളിയല്ലാഹു തആല ഒരുമിച്ച് കൂട്ടിയ ജമ്മിച്ചിതായിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ ഉസ്മാൻ റളിയല്ലാഹു തആല അതിന് കോപ്പി എടുത്ത് ആ കോപ്പി വീണ്ടും എവിടേക്ക് കൊണ്ടുകൊടുത്തിരുന്നു? ഹഫ്സാ ബീവിക്ക് തന്നെ തിരിച്ചേൽപ്പിച്ചിരുന്നു. പക്ഷേ അത് മർവാൻ ഇബ്നു ഹക്കമിന്റെ കാലത്ത് അതെന്ത് ചെയ്ത് ജനങ്ങൾ ഇനി അതിലേക്ക് നോക്കി റസ്മുൽ ഉസ്മാനി നോക്കി വ്യത്യാസമുണ്ട്, അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞാൽ വെറുതെ ഉണ്ടാക്കേണ്ടതില്ല, അഭിപ്രായ വ്യത്യാസത്തിലാവണ്ടെന്ന് കരുതിയിട്ട് അതും എന്ത് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്, അത് കരിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. പോട്ടെ, നമുക്ക് ആ വിഷയത്തിലേക്ക് പിന്നെ വരാം വിശദമായിട്ട്. അപ്പം പിന്നെ ഒന്നാമതായിട്ട് റസൂൽ കരീം നമ്മളെ വ്യത്യാസം പറഞ്ഞു വരുന്നത് വഹി എങ്ങനെയാണ് സഹാബത്ത് വേർതിരിച്ചറിഞ്ഞിരുന്നത് എന്നുള്ളത്. അപ്പൊ എന്തായി? അള്ളാഹുവിന്റെ റസൂല് എന്റെ മുഖം എന്ത് ചെയ്തിരുന്നു? മുഖമെന്ന് മാത്രമല്ല അവിടുത്തെ പിന്നെ നെറ്റിയും ഒക്കെ വിയർപ്പ് കണങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു. അപ്പോ എന്താ അതിന്റെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ പിന്നെ ഇറക്കപ്പെടുന്ന പരിശുദ്ധ ഖുർആന്റെ അതിന്റെ ഗാംഭീര്യം കാരണമായിട്ട് റസൂലുള്ളാഹി അനുഭവിക്കുന്ന പിന്നെ ആ അവസ്ഥ ഉണ്ടല്ലോ, ആ അവസ്ഥയെ അറിയിക്കാൻ ഒരാളെ ശരീരത്തിൽ പിന്നെ വിയർപ്പ് പൊടിയണമെങ്കിൽ സഹോദരന്മാരെ, അത് വലിയൊരു നല്ല തണുപ്പുള്ള സമയത്ത് പോലും, നല്ല തണുപ്പുള്ള സമയത്ത് വിയർപ്പ് പൊടിയോ ശരീരത്തിൽ? ഇല്ലല്ലോ, അല്ലേ? തണുപ്പുള്ള സമയത്ത് അത്യാവശ്യം പണിയെടുത്താൽ പോലും വിയർപ്പ് പൊടിയില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശക്തമായ തണുപ്പുള്ള ദിവസങ്ങളിൽ പോലും വഹി ഇറങ്ങുമ്പോൾ ശരീരമാസകലം വിയർപ്പ് ഉണ്ടായിരുന്നു. അപ്പോ അത് എങ്ങനെ റസൂലുള്ളാഹി അത് അനുഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് വിവരണാതീതമാണ്. റസൂൽ വളരെയധികം പ്രയാസപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ പിന്നെ അതിന്റെ ഗൗരവം വലിയ വിഷയം, ആ ഖുർആന്റെ വിഷയം വലിയ കാര്യമായിട്ട് എടുത്തിരുന്നു, അതിന് മാനസികമായി തയ്യാറായ ഒരു അവസ്ഥ ഉണ്ടായിരുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തത് അത് തന്നെ. അപ്പൊ ഒന്നാമത്തത് വിയർപ്പ് പൊടിയുക എന്നുള്ളത്. രണ്ടാമത്തത് തബദ്ദുലു ലൗനുൽ വജ്ഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നെ മുഖം വിവർണമാകുമായിരുന്നു. മുഖം വിവർണമാവുക. അതില് പിന്നെ ഹദീസ് വന്നിട്ടുണ്ട്,
സഹീഹ ഹദീസിൽ വന്നിട്ടുണ്ട്. എന്താ, ഒരു യഅ്ല ഇബ്നു ഉമയ്യത്ത് എന്ന് വരെ തൊട്ടുകൊണ്ട് ഒരു ഹദീസ് വിശദം വലിയ ഹദീസാണ്. അതിൽ പറയുന്നു ഫൈദൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹ്മറൽ വജ്ഹി. ഒരു വിഷയമായിട്ടുള്ള വിഷയം വന്നപ്പോ അപ്പോഴേക്കും റസൂലുള്ളാഹിന്റെ മുഖം ചുവന്ന് വരുന്നു. റസൂലുള്ളാഹിന്റെ മുഖം ചുവന്നു വരിക. അപ്പൊ എന്ത് മനസ്സിലായി അവിടെ? അവിടെ വഹി ഇറങ്ങുന്നുണ്ട് എന്നുള്ള സഹാബത്തിന് മനസ്സിലാക്കാൻ സാധിക്കും. മുഖം വിവരണമാവുക. മറ്റൊന്ന് റബ്ദത്ത് എന്നുള്ളതാണ്. റബ്ദത്ത് എന്ന് പറഞ്ഞാല് ഇരുളൽ എന്നൊക്കെയാണ്. എന്ന് വെച്ചാൽ അൽ ഗബ്റത്ത് الربدة في اللغة وهي الغبرة ومن معانيها السواد المختلط أو الحمرة التي خالطها سواد. അല്ലെങ്കിൽ ഒരു കറുപ്പ് ചേർന്നതായിരിക്കുന്ന ഒരു വെളുപ്പ്, മുഖത്തിന് ഒരു ഇരുണ്ട അവസ്ഥ. മനസ്സിലായില്ലേ? മുഖമാകം പ്രസന്നമായ മുഖം ഒരു ഇരുളടഞ്ഞുന്ന രൂപത്തിൽ, അതായത് അല്പം ആ ചുവപ്പിനോട് അല്പം ഒരു ഇരുള് വരുന്ന രൂപത്തിലുള്ള മാറ്റങ്ങൾ ദർശിച്ചിരുന്നു. അപ്പം ദേഷ്യം പിടിച്ചാലൊക്കെ ഉണ്ടാവില്ല ഒരു തറബദ വജ്ഹു എന്ന് പറയാറുണ്ട്. തറബദ വജ്ഹുഹു, റസൂലുള്ളാഹിന്റെ മുഖം എന്തായി തീർന്ന് വിവരണമായി, അല്ലെങ്കിൽ ഈ വെണ്ണീർ നിറം പോലെ ആയി തീർന്ന് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു മുഖത്തിനുള്ളതായിരിക്കുന്ന മറ്റൊരു അവസ്ഥയാണിത്. അപ്പൊ ആദ്യം മുഖം ചുവക്കുക എന്നുള്ളത്, പിന്നെ മുഖത്തിന് വേറൊരു കളറ് വരിക എന്നുള്ളത്. മനസ്സിലായില്ലേ? കാരണം ഈ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആന്റെ മഹത്വവും ഗാംഭീര്യവുമാണ് അതെല്ലാം അറിയിക്കുന്നത്. ഓരോ വിഷയത്തിന്റെ, അതായത് ഇപ്പോ റസൂലുള്ളാഹിന്റെ ഈ അവസ്ഥകൾക്ക് മാറ്റം വരാൻ കാരണം വിശദീകരിക്കപ്പെടുന്നത് എങ്ങനെ അറിയാം? ആ ആയത്തിൽ അല്ലെങ്കിൽ ആ സൂറത്തിൽ പരാമർശിക്കുന്നതായ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിനനുസരിച്ചിട്ടുള്ളതായിരിക്കുന്ന നിറമാറ്റങ്ങളും അവസ്ഥാ വ്യത്യാസങ്ങളൊക്കെ റസൂലുള്ളാഹിക്കുണ്ടായിരുന്നത്. എങ്ങനെ? വാജിബായ കാര്യമാണ്. ഒന്നിരിക്കൽ ഇറങ്ങുന്ന വഹയിലുണ്ടായ ഒരു വാജിബായ കാര്യമാണ്, ഉമ്മത്തിന് മേൽ നിർബന്ധമാക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യമാണുണ്ടെങ്കിൽ അതിന്റെ ഗൗരവത്തിനാലോ മറ്റോ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്തിനും അതുപോലെ ശരീരത്തിനും ഒരു വർണ്ണവ്യത്യാസം വരാറുണ്ടായിരുന്നു. മുഖത്തിന് തന്നെ കാര്യമായിട്ട്. അതുപോലെ തന്നെ ആ അവസ്ഥകൾ അനുസരിച്ചുകൊണ്ട്. അപ്പം ഈ വിഷയം ആര് ശക്തിപ്പെടുത്തിയിട്ടുണ്ട്? ബഹുമാനപ്പെട്ട സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, കാന ഇദാ നസലത്ത് അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഒരു സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടാൽ അസൂറത്തു ശദീദത്തു അഖദഹു മിന ശിദ്ദത്തി വൽ കർബി അലാ ഖദരി ശിദ്ദത്തി സൂറത്തി. ഉണ്ടോ? സൂറത്തിലെ ആ കഠിനത അനുസരിച്ച് കൊണ്ട് റസൂലുള്ളാഹിക്കും തന്നെ ഒരു കഠിനതയും ഒരു വിഷമവും റസൂലുള്ളാഹിക്കും അത് റസൂലുള്ളാഹിയിലും പ്രകടമാവാറുണ്ടായിരുന്നു. വൈദാ നസലത്ത് അലൈഹി സൂറത്തുൽ ലയ്യിന അസാബഹു മിൻ ദാലിക അലാ ഖദരി ലയ്യിനിഹ. സൂറത്തിലുള്ള പരാമർശം, ഈ വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സൂറത്തിലെ പരാമർശം കുറച്ച് മാർദ്ദവമായത്, ഇളവ് തുടങ്ങിയതായിരിക്കുന്ന ഉമ്മത്തുകൾക്ക് ഇളവും മാർദ്ദവവും ഉള്ളതായിരിക്കുന്ന വിധിയുമായിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ റസൂലുള്ളാഹിന്റെ മുഖത്തും അതിന്റേതായിരിക്കുന്ന വ്യത്യാസം കാണാമായിരുന്നു. അപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സൂറത്തിന്റെ ആ വിഷയത്തിന്റെ തോതനുസരിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ മുഖത്തും അതിന്റെ വർണ്ണവ്യത്യാസങ്ങൾ പ്രകടമായിരുന്നു എന്ന് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുകയാണ്. മനസ്സിലായില്ലേ? കാരണം കൂടുതൽ നല്ലോണം പരിചയമുള്ള ആളാണ്. ആര്? ബഹുമാനപ്പെട്ട സെയ്ദ് റളിയല്ലാഹു തആല അൻഹു. ഈ ഖുർആന്റെ വഹി റസൂലുള്ളാഹി നിശ്ചയിച്ച ആളല്ലേ? റസൂലുള്ളാഹി പ്രത്യേകത നിശ്ചയിച്ച ഈ വ്യക്തികളിൽപ്പെട്ട ഒരാളാണ് സെയ്ദ് റളിയല്ലാഹു തആല അൻഹു. റസൂലുള്ളാഹിന്റെ വഹി ഇറങ്ങുന്ന സന്ദർഭത്തിലെല്ലാം ശരിക്കും ഒപ്പിയെടുത്തുകൊണ്ട് അത് എഴുതി വെക്കുകയും അതിനേക്കാൾ ശരിക്കും വീക്ഷിക്കുകയും അതിന്റെ വിശദാംശങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്തതായിരിക്കുന്ന മഹാനാണ് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു. മറ്റുള്ള സഹാബത്തിനൊക്കെ വലിയ ഖുലഫാർ റാഷിദൊക്കെ ഉണ്ട്, അവർക്കൊക്കെ വേറെ ശ്രേഷ്ഠത ഉണ്ട്. അത് വേറൊരു രൂപത്തിലൂടെയുള്ള ശ്രേഷ്ഠതയാണ്. അവരെല്ലാവരും ഏൽപ്പിച്ചതാരാണ്? സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിനാണ്. അതുകൊണ്ട് 4 ഖുലഫാർ റാഷിദയെക്കാളും വലിയ ആളായി വരുമോ? അതില്ല. അതുപോലെ തന്നെ എഴുതിക്കൊണ്ടിരിക്കുന്ന വലിയൊരു സഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു.
അപ്പോ അബ്ദുല്ലാഹിബ്നു മസ്ഊദിനല്ല ഇവർ റളിയല്ലാഹു തആല അൻഹു ഇവർ ഏൽപ്പിച്ചത് എന്നുള്ളത് കൊണ്ട് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ശ്രേഷ്ഠത കുറയൊന്നുമില്ല. അതിനോരോരുത്തർക്കും അവരിൽ കാണുന്ന പ്രത്യേക കഴിവുകളും അതിനുള്ള മഹാറത്തും നൈപുണ്യവും മനസ്സിലാക്കിയിട്ടാണ് ഓരോരോ കാര്യങ്ങൾക്ക് അവരെ ഏൽപ്പിക്കപ്പെടുന്നത്. അപ്പോ ഇപ്പൊ ഇത്ര കാര്യം പറഞ്ഞു നമ്മള് 3 കാര്യം പറഞ്ഞു അല്ലേ? വഹി ഇറങ്ങുമ്പോഴുള്ള 3 അടയാളം പറഞ്ഞു. 4ാമത്തെ അടയാളം തതാബുൽ അംഫാസി വ തറദ്ദുദുഹ, ശ്വാസോച്ഛ്വാസങ്ങൾ ഇടവിട്ടുകൊണ്ട് വരിക കേട്ടോ. ശ്വാസോച്ഛ്വാസങ്ങളെ അപ്പോ വഹി ഇറങ്ങുന്ന സന്ദർഭത്തിൽ എന്തായിരിക്കും? ശ്വാസോച്ഛ്വാസം തുടർച്ചയായി വന്നുകൊണ്ടിരിക്കും. അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഹദീസുകൾ വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? കാരണം എന്തുകൊണ്ട് ഇത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതായ ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊണ്ടിരിക്കുന്നതായ പ്രവർത്തനം റസൂലുള്ളാഹിന്റെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുക എന്നുള്ള പ്രവർത്തനം അതെന്ത് മാത്രമായിരുന്നില്ല എന്ന് അറിയിക്കുന്നുണ്ട്. അതൊരു മാനസികമായിരിക്കുന്ന പ്രവർത്തനം മാത്രമായിരുന്നില്ല അല്ലേ? അതല്ലേ ഇതൊക്കെ അറിയിക്കുന്നത്? വഹി എന്ന് പറയുന്നത് ഒരു മാനസികമായ അവസ്ഥ മാത്രമായിരുന്നില്ല. എന്ത് ശാരീരികമായ അവസ്ഥയും കൂടി, ശാരീരികമായിരിക്കുന്ന അവസ്ഥയും കൂടി അതിൽ പങ്കാളിയാണ്. എന്ന് പറഞ്ഞാല് മനസ്സിലേക്ക് ഇട്ട് റസൂലുള്ളാഹി മൗനമായിട്ടിരുന്ന് മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളത് ഒരു മനസ്സ് മാത്രമായിരുന്നുള്ളൂ. ശരീരത്തിൽ അതിന്റെ അടയാളങ്ങളൊന്നും പ്രകടമാവുന്നില്ല എന്നുള്ളതല്ല. വഹി ഇറങ്ങുമ്പോൾ മനസ്സിൽ അതിന്റെ പ്രവർത്തനം നടക്കുന്നത് പോലെ തന്നെ ശാരീരികമായിട്ടും അതിന്റെ പ്രവർത്തനം നടന്നിരുന്നു എന്നുള്ളത് തെളിവാണ് ശ്വാസോച്ഛ്വാസങ്ങള് അടിക്കടി വിടുക എന്നുള്ളത് ഉണ്ടായിരുന്നത്. മനസ്സിലായില്ലേ? റസൂലുള്ളാഹിന്റെ ശരീരത്തിലെ എല്ലാ വസ്തുക്കളും അതിൽ നിന്നുണ്ടായിരുന്നു, പങ്കുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹൃദയത്തിന്റെ മിടിപ്പേ അത് ഏറ്റവും കാരണം ഹൃദയത്തിന് മിടിപ്പ് കൊണ്ടായാൽ എപ്പോഴാണ് ഓരോരോ രംഗങ്ങൾ വരുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ നമുക്ക് താങ്ങാൻ കഴിയാത്തതായിരിക്കുന്ന പ്രയാസപ്പെടുന്ന ഒരു വിഷമം വരുന്നതായ അവസ്ഥ വരുമ്പോഴാണല്ലോ ഹൃദയത്തിന് മിടിപ്പ് കൂടുക. ഹൃദയത്തിന് മിടിപ്പ് കൂടുക എന്നുള്ളത് അതിനനുസരിച്ച് ശ്വാസോച്ഛ്വാസം ഉണ്ടാവുക. ഇതൊക്കെ ഉണ്ടായിരുന്നു അള്ളാഹുവിന്റെ റസൂലിന് ഏത് വഹി ഇറങ്ങുന്ന സന്ദർഭത്തില്. അതൊക്കെ എന്തുകൊണ്ടാണ് വൈന്നക്കല് തുലക്ക അലൈക്കമിൽ കൗലൻ സഖീല എന്ന് പറഞ്ഞല്ലോ. നല്ല സഖീലായ ഭാരമേറിയ വചനങ്ങളാണ് പ്രവാചകനിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ആയത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഒന്നങ്ങനെ ശ്വാസോച്ഛ്വാസം തുടർച്ചയായി ഉണ്ടാവുക, ഹൃദയത്തിന് മിടിപ്പ് കൂടുക എന്നുള്ളത്. പിന്നെ മറ്റൊന്നെന്താണ്? അൽ ഖതീത്ത് എന്താ ഖതീത്ത് എന്ന് പറഞ്ഞാല് നമ്മൾക്ക് ഉറങ്ങുന്ന സന്ദർഭത്തില് ഖതീത്ത് എന്ന് പറഞ്ഞാല് എന്താ? ഉറങ്ങുന്ന സന്ദർഭത്തിൽ അസാധാരണമായി ഉണ്ടാകുന്ന ഒരു ശബ്ദം, കൂർക്കം വലിയോട് സാദൃശ്യമായിരിക്കുന്ന ഒരു ശബ്ദം. മനസ്സിലായില്ലേ? കൂർക്കം വലിയോട് സാദൃശ്യമായിരിക്കുന്ന ഒരു ശബ്ദം ഖതീത്ത്. നമുക്ക് നോക്കാം. ഇയാൽ ഇബ്നു ഉമയ്യത്ത് റളിയല്ലാഹു അൻഹു കാന യഖൂലു ലി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവോട് അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ലൈതനി അറാ നബിയല്ലാഹി യൂഹാ ഇലൈഹി, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു റസൂലുള്ളാഹിക്ക് വഹി ഇറങ്ങുന്നത് കാണാം. അപ്പം സഹാബത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു റസൂലുള്ളാഹിക്ക് വഹി ഇറങ്ങുന്ന കാണാൻ വേണ്ടിട്ടേ. ഇയാൽ ഇബ്നു ഉമയ്യ എന്ന് പറയാ ഉമർ റളിയല്ലാഹു തആല അൻഹുവോട്, ലൈതനി അറാ നബിയല്ലാഹി യൂഹാ ഇലൈഹി, അള്ളാഹുവിന്റെ പ്രവാചകർക്ക് വഹി ഇറക്കപ്പെടുന്ന ആയിരിക്കുന്ന ആ നിമിഷം എന്റെ കണ്ണുകൊണ്ട് ദർശിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഫലമ്മാ കാനബിൽ ജീറാനത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കം ഫത്തിന് ആയിട്ട് വന്ന ജീറാനത്തിൽ മക്കം ഫത്തിന്റെ അവസരത്തിൽ ജീറാനത്തിലേക്ക് പോയി അവിടുന്ന് ഇഹ്റാം ചെയ്തെന്നല്ലോ ഉംറ. ജീറാനത്തിൽ ആ സന്ദർഭത്തിൽ അലാ റസൂലില്ലാഹി സൗബൻ ഖദ് അളല്ല ബിഹി വമഅഹു നാസും മിൻ അസ്ഹാബിഹി മിൻഹും ഉമർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വസ്ത്രത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. മഅഹു നാസും മിൻ അസ്ഹാബിഹി മിൻഹും ഉമർ. അവർ റസൂലുള്ളാഹിന്റെ കൂട്ടത്തിൽ എന്തുണ്ട്? ഉമർ റളിയല്ലാഹു അടക്കമുള്ള ചില സഹാബത്തും ഉണ്ട്. ഇത് ജാഹു റജുലുൻ അലൈഹി ജുബ്ബത്തും മുതലമ്മഖത്തും ബിതീബിൻ, സുഗന്ധം പൂശിയ ഒരു ജുബ്ബയും ഇട്ടുകൊണ്ട് ഒരാൾ എന്ത് ചെയ്ത് അവിടെ വന്നു. ഫഖാല, എന്നിട്ട് ആ വന്ന ആൾ ചോദിച്ചു, യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ, കൈഫ തറാഫി റജുലിൻ അഹറമ ബി ഉംറത്തിൻ ഫി ജുബ്ബത്തിൻ ബാദമാ തലമ്മഖ ബിതീബിൻ, സുഗന്ധം പൂശിയ വസ്ത്രത്തിൽ ഉംറക്ക് വേണ്ടി ഇഹ്റാം ചെയ്ത ഒരാളെ സംബന്ധിച്ച് പ്രവാചകൻ എന്ത് പറയുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂല് കുറച്ചു നേരം അങ്ങനെ നോക്കി. നളറ നബിയു സാഅത്തൻ, റസൂല് അല്പനേരം നോക്കിയിട്ട് പിന്നെ കുറച്ച് മൗനിയായി.
അങ്ങനെ മൗനിയായപ്പോൾ ഫജാഅഹുൽ വഹ്യു ഫഅശാറ ഉമറുൻ ഇലാ യഅലാ, അപ്പോൾ ആ വഹി ഇറങ്ങുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തമായ നിലക്ക് മറുപടി പറഞ്ഞില്ല, വഹി കാത്തിരുന്നു. അതാ വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. തന്റെ ആഗ്രഹം ഇവിടെ സഫലമാകാൻ പോവുക. റസൂലുള്ളാഹിക്ക് വഹി ഇറങ്ങുന്ന രംഗമൊന്ന് കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ സഹാബിയുടെ ആഗ്രഹം സഫലമാകുന്നു. അപ്പോഴേക്കും വഹി ഇറങ്ങുന്നത് കണ്ടപ്പോൾ ആരുടെ പറഞ്ഞത്? യാലിബിന് ഉമയ്യത്ത് ഉമറാണ് പറഞ്ഞത്. എനിക്ക് കാണാൻ പോയില്ലായിരുന്നു, കാണിച്ചു തരുമോ? നിങ്ങളൊക്കെ എപ്പോഴെങ്കിലും റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടാകുന്ന ആളുകളാണല്ലോ. വഹി ഇറങ്ങുമ്പോൾ ഒന്ന് എനിക്ക് കാണിച്ചു തരണം പറഞ്ഞു. അപ്പോൾ ഈ സഹാബി വന്നിട്ട് ഈ ഒരു മസാല ചോദിച്ചു റസൂലുള്ളാഹിനോട്. സുഗന്ധം പൂശിയ വസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരാള് ഉംറക്ക് വേണ്ടി ഇഹ്റാം ചെയ്തിട്ടുണ്ട്, അയാൾ വിധി എന്താണ് നബി എന്ന് ചോദിച്ചപ്പോൾ അപ്പൊ റസൂലുള്ളാഹിക്ക് വഹി ഇറങ്ങുന്നതായ പിന്നെ അടയാളങ്ങളൊക്കെ ആർക്ക് മനസ്സിലായി? ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലായപ്പോ നേരത്തെ പറഞ്ഞ അബുയാലുണ്ടല്ലോ കൂടെ, നേരത്തെ ചോദിച്ച യാലിനോട് ഫാശാറ ഉമർ ഇലാ യാല തആൽ, അങ്ങോട്ട് വാന്നറിഞ്ഞു. റസൂലുള്ളാഹിക്ക് വഹി ഇറങ്ങുന്നത് ശരിക്കും ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞു. ഫാശാറ ഉമർ ഇലാ യാല തആൽ വരൂ ഫജഅഹു യാല, അങ്ങനെ യാല എന്നിവർ വന്നു. ഫഅദ്ഖല റസൂൽ, അദ്ദേഹം തന്റെ തലയിട്ട് നോക്കി. റസൂൽ ഇരിക്കുന്ന തമ്പിലായിരിക്കണം, അവിടെ തലയിട്ട് നോക്കി. ഫഇദൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ മുഹ്മറുൽ വജ്ഹി യഗിത്തു കദാലിക, മുഖം ചുവന്നു തുടുത്തുകൊണ്ട് ആ ഒരു തരത്തിലുള്ള പിന്നെ ഒരു കൂർക്കം വരിയുടെ ശബ്ദം പോലെ ഒരു ശബ്ദം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം അദ്ദേഹം കേട്ടു. ഫമക്കസ കദാലിക സാഅത്തൻ, ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂല് ഈ ശബ്ദത്തോട് കൂടെ കുറച്ചു നേരം അങ്ങനെ ഇരുന്നു. സുമ്മ സുരിയാന്നു, പിന്നീട് റസൂലുള്ളാഹിക്ക് ആ അവസ്ഥയിൽ നിന്നും മാറ്റം ലഭിച്ചു. ഇത് ഒരുപാട് സ്ഥലത്ത് കാണാം ഇങ്ങനെ. സുമ്മ സുരിയാൻഹു, ഇങ്ങനെ വഹി ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് സഹാബികൾ വിശദീകരിക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്ത് സുബാക്ക് ഈ അവസ്ഥ കഴിഞ്ഞു, അതായത് വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ കഴിഞ്ഞു. ഫഖാല, അവിടെ നിന്ന് പറഞ്ഞു, അൈനല്ലദീ സഅലനി അനിൽ ഉംറ ആനിഫൻ, ആരെ എവിടെ ആ ഉംറന്റെ ഒരു മസാല ചോദിച്ച ആളെ എവിടെയെന്ന് ചോദിച്ചു. അതിൽ ആഖിറുൽ ഹദീസ് ഇപ്പൊ പറഞ്ഞ നമ്മുടെ ഉദ്ദേശമല്ല. ഏതായിരുന്നാലും എന്ത് അപ്പൊ എന്താ ഇവിടെ എന്താ നമ്മുടെ ഉദ്ദേശം? മുഖം ചുവന്നു, മുഹമ്മറൽ വജ്ഹി യഗിത്തു ഗതീത്, മുഖം ചുവക്കുക എന്നുള്ളതും അതുപോലെ തന്നെ ഗതീത് ഈ ഒരു തരം പിന്നെ ഉറങ്ങുന്നവനിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദത്തിനോട് സമാനമായിരിക്കുന്ന ഒരു കൂർക്കം വലിയോട് സമാനമായ ശബ്ദം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് വന്നുകൊണ്ടിരുന്നു എന്നുള്ളതാ. പിന്നെ മറ്റൊരു ശബ്ദം. അപ്പൊ എന്തായി? 4 പറഞ്ഞു, 4 അടയാളം പറഞ്ഞേ. അഞ്ചാമത്തെ ശബ്ദം ഇംബിആസുൽ അസീസ് നാഹിയത്ത റൈസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലഭാഗത്ത് നിന്ന് ഒരു തേനീച്ചയുടെ ശബ്ദം പുറപ്പെടുക. അത് നേരത്തെ പറഞ്ഞത് എന്താണ്? അത് ഇതല്ല, തേനീച്ചയുടെ ഒരു ശബ്ദം, തേനീച്ച ശബ്ദിക്കുന്നത് പോലെ. തേനീച്ച വന്നിട്ട് ഇങ്ങനെ ഒരു നേരിയ ശബ്ദം ഉണ്ടാവില്ലേ തേനീച്ച വരുമ്പോ, അല്ലേ? തേനീച്ചകൾ തേനീച്ച കൂടിന്റെ അടുത്ത് പോയി നോക്കിയിട്ട് ശബ്ദം കേട്ടിട്ടില്ലേ സുഹൃത്തുക്കളെ? തേനീച്ച കൂടിന്റെ അടുത്തൊക്കെ പോയി നോക്കിയിട്ട് ഒരു ശബ്ദം കേൾക്കല്ലേ, ഒരു മൂളൽ. അതേമാതിരിയുള്ള ശബ്ദം അതെവിടുന്നാ കേൾക്കുന്നത്? അത് പിന്നെ എവിടുന്നാ കേൾക്കുന്നത്? അത് ഉറക്കുമ്പോൾ അത് പിന്നെ ചെവിയുടെ ഭാഗത്തു നിന്നാ കേൾക്കുന്നത്, അല്ലെങ്കിൽ തലയുടെ ഭാഗത്തു നിന്ന്. മനസ്സിലായില്ലേ? അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇദാ ഉൻസില അലൈഹിൽ വഹ്യു, വഹി ഇറങ്ങപ്പെടുമ്പോൾ യുസ്മഉ ഇൻദ വജ്ഹിഹി കദവിയ്യിൻ നഹ്ലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ ആ മുഖത്തിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് കേൾക്കപ്പെടാറുണ്ട്. കദവിയ്യിൻ നഹ്ലി, തേനീച്ചയുടെ ശബ്ദം പോലുള്ള ശബ്ദം, തേനീച്ചകൾ ശബ്ദമുണ്ടാക്കുന്നത് പോലൊരു ശബ്ദം റസൂലുള്ളാഹിന്റെ മുഖത്തിന്റെ ഭാഗത്തു നിന്ന് കേൾക്കാറുണ്ട്. ഫഉൻസില അലൈഹി സല്ലല്ലാഹു, അങ്ങനെ റസൂലുള്ളാഹിക്ക് വഹി ഇറങ്ങും. ഫമക്കസനാ സഅത്തൻ, അങ്ങനെ ഞങ്ങൾ കുറച്ചവിടെ കാത്തിരിക്കും. റസൂലുള്ളാഹിക്ക് വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ആ രംഗം കണ്ടുകൊണ്ട് ഞങ്ങൾ കുറച്ചവിടെ ഇരിക്കും. സുമ്മ സൂര്യ അൻഹു ഫഖറ, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടുകൊണ്ട് ആ വഹി ഇറങ്ങിക്കഴിഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഓതാൻ തുടങ്ങി. ഫഖറ, അല്ലാഹുവിന്റെ റസൂൽ ഓതാൻ തുടങ്ങി. ലഭിച്ചതായിരിക്കുന്ന വഹി ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്നുള്ള ആയത്ത് ഓതാൻ തുടങ്ങി. മനസ്സിലായില്ലേ? ഒരു ഹദീസിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പൊ എന്തായി? അപ്പോ പിന്നെ ഹൃദയത്തിൽ നിന്ന് അല്ലെങ്കിൽ വായിൽ നിന്ന് അല്ലെങ്കിൽ മൂക്കിൽ നിന്ന് വരുന്ന ശബ്ദവുമായിട്ട് ഈ ശബ്ദത്തിന് ബന്ധമല്ല. ഹൃദയത്തിൽ നിന്നുള്ള ശബ്ദം അല്ലെങ്കിൽ വായിൽ നിന്നൊരു ശബ്ദം അല്ലെങ്കിൽ മൂക്കിൽ നിന്ന് ശബ്ദം നേരത്തെ പറഞ്ഞ നമ്മള് അല്ലേ, ആ ശബ്ദം ഇത് വേറെയാണ്. ഇത് എന്തിനോടുള്ള ശബ്ദമാണ്? ഇത് തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെ തലയുടെ ഭാഗത്തുനിന്ന് വരുന്ന ശബ്ദമാണിത്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഈ ചെവിയുടെ ഭാഗത്തുനിന്ന്
അല്ലെങ്കിൽ രണ്ട് ചെവിയുടേതും തലച്ചോറിന്റെ ഭാഗത്തുനിന്ന് വരുന്നതായിരിക്കുന്ന ശബ്ദമായിരുന്നു ഒന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അപ്പൊ ഒരു ശബ്ദം, അഞ്ച് അടയാളങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ ആറാമത്തൊന്ന് സിഖറുൽ വസ്ന്, ഭാരം കൂടുക. ഭാരം കൂടുക, കനം കൊണ്ട് കൂടും റസൂലുള്ളാഹിക്ക്. വഖദ് ജാബിദ് അലിക്ക് ഹദീസ്, വളരെ രസകരമായിരിക്കുന്ന ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. എന്തൊക്കെ? മാ വറദ ഫീ സഹീഹുൽ ബുഖാരിയിൽ വന്ന ഹദീസ്. അൻ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഖാല അൻസലല്ലാഹു അലാ റസൂലിഹി. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു അല്ലേ, റസൂലുള്ളാഹിന്റെ സന്തത സഹചാരിയും കൂടിയാ സയ്യിദ് ഇബ്നു സാബിത്ത്, കാതിബുൽ വഹി അല്ലേ. പിന്നെ മഹാനവർകൾ തന്നെ പറയുന്നു, റസൂലുള്ളാഹിക്ക് വഹി ഇറങ്ങി. ഫഖ്ദുഹു അലാ ഫഖ്ദി, റസൂലുള്ളാഹിന്റെ കാല് എന്റെ കാലിന്റെ മേലെയാണ് ഇരിക്കുന്ന സന്ദർഭത്തിൽ. അങ്ങനെ ഉണ്ടല്ലോ സുഹൃത്തുക്കള് റസൂലുള്ളാഹിന്റെ സഹവാസം നോക്കണം സഹാബത്തിനോട്, റസൂലുള്ളാഹിന്റെ കാല് എന്റെ കാലിന്റെ അടുത്താണുള്ളത്, ഞാൻ ചെറുപ്പക്കാരനാണ്. പിന്നെ റസൂലുള്ളാഹിന്റെ എന്റെ കാലിന്റെ മേലെ റസൂലുള്ളാഹിന്റെ കാല് വെച്ചത്. അങ്ങനെ അപ്പോഴാണ് വഹി ഇറങ്ങുന്നത്. പെട്ടെന്നതാ എന്റെ കാലിന് കനം തൂങ്ങുകയാണ്, ഭാരം വർദ്ധിച്ച് എന്റെ തൊട പൊട്ടിപ്പോകുമോ എന്ന് ഞാൻ പേടിച്ചു. കാലിന്റെ എല്ലിങ്ങട്ടെ പൊട്ടിപ്പോകുമോ എന്നുള്ള പേടി എനിക്കുണ്ടായി. എന്താ? വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ഇറങ്ങുമ്പോൾ അത് തൊട്ട് ശരീരത്തിൽ സ്പർശിക്കുന്ന ആളുകൾക്ക് അതിന്റെ ഭാരം അറിഞ്ഞിരുന്നു, അതിന്റെ സിഖലി. ഹത്താ ഖിഫ്തു അൻ തറുള്ള ഫഖ്ദി, എന്റെ ഫഖ്ദ്, എന്റെ തുടഭാഗം പൊട്ടിപ്പോകുമെന്ന് ഞാൻ പേടിച്ചു. അതുപോലെ തന്നെ അർവദ് ദൗസി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, റഅയ്തുൽ വഹയ യൻസുലു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ഇറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വഇന്നഹു അലാ റാഹിലതിഹി ഫതർഗുവ വതഫ്തുല യദൈഹാ ഹത്താ അളുന്നു അന്ന ദിറഅഹാ യൻഫസിം ഫറുബ്ബമാ ബരികത് വറുബ്ബമാ ഖാമത് മുഅബ്ബദതൻ യദൈഹാ ഹത്താ യസ്റാ അൻഹു മിൻ തിഖ്ലിൽ വഹി വഇന്നഹു ലയൻഹദിറു മിൻഹു മിസ്ലുൽ ജുമാൻ. എന്താ പറയുന്നത്? ഞാൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ഇറങ്ങുന്ന രംഗങ്ങൾ നേരിട്ട് ദർശിച്ചിട്ടുണ്ട്. ഒരു സന്ദർഭത്തിൽ അവിടുത്തെ പിന്നെ ഖസ്വാ എന്ന് പറയുന്ന തന്റെ ഒട്ടകപ്പുറത്താണ് ഇരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് ഒട്ടകപ്പുറത്താണുള്ളത്. അപ്പോൾ പെട്ടെന്നതാ ഒട്ടകത്തിന് നിര വരുന്നു. അതിന്റെ കൈകളൊക്കെ ഇങ്ങനെ കൊഴഞ്ഞു പോകുന്നു, ആടുന്നു. ആ ഒട്ടകത്തിന്റെ കൈ എന്താണ്, അത് കണപ്പെന്ന് വിട്ടുപോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്ന രീതിയിലുള്ള ഒരു പിന്നെ ഭാവപകർച്ചയാണ് ഒട്ടകത്തിനുള്ളത്. ഫറുബ്ബമാ ബരിക്കത്ത്, ചിലപ്പോൾ അത് അവിടെ ഇരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്റെ പുറത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഹിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒട്ടകമേ, നീ എത്ര ഭാഗ്യവാനാണ് സല്ലല്ലാഹു അലൈഹി യാ റസൂലല്ലാഹ്. അങ്ങനെ ഒട്ടകം അതിന്റെ ഭാരം കൊണ്ട് അവിടെ ഇരുന്നു പോകാറുണ്ടായിരുന്നു. ഉറുബുമാ ഖാമത്ത് മുഅബ്ബദതൻ, അവിടെ നിന്ന് പിന്നീട് എഴുന്നേൽക്കും, പിന്നെ അവിടെ ഇരുന്നു പോകും. ഹത്തായസ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വഹി അവസാനിക്കുന്നത് വരെ ഈ ഒരു അവസ്ഥകൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരുന്നു എന്ന് അർവദ് ദൗസി റളിയല്ലാഹു തആല ആണ് ഉദ്ധരിക്കുന്നത്. മിൻ സിഖലിൽ വഹി, വഹിന്റെ ഭാരത്തിനാൽ ഒട്ടകത്തിന് മേലേക്ക് നിൽക്കാൻ കഴിയൂല, അവിടെ മുട്ടുകുത്തി പോകും, അത്രക്കും ഭാരമാണ് അനുഭവപ്പെടാറുള്ളത്. വഇന്നഹു ലയൻഹദിറു മിൻഹു മിസ്ലുൽ ജുമാൻ. പിന്നെ അപ്പൊ ഒന്നതങ്ങനെ. പിന്നെ മറ്റൊന്ന് അസ്മാ ബിൻത് യസീദ് ഖാലത്ത് ഇന്നി ലആഖിദത്തും ബിസിമാമിൽ അൽബാഇ നാഖത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ ഒട്ടകമാണ് അൽബാഇന്റെ കടിഞ്ഞാനും പിടിച്ച് ഞാൻ അങ്ങനെ കടിഞ്ഞാനും പിടിച്ച് നിൽക്കുകയാണ്. ഇത് നസലത്ത് അലൈഹി മാഇദത്തു കുല്ലുഹ, ഞാൻ ഇതിന്റെ കടിഞ്ഞാനം പിടിച്ച് നിൽക്കുമ്പോഴാണ് പിന്നെ മാഇദ സൂറത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. വകാദത്ത് മിൻ സിഖലിഹാ തദുഖു അൽദൻ നാഖതി, ഒട്ടകത്തിന്റെ കാല് പൊട്ടിത്തകരാൻ അടുക്കുന്നത് പോലെയായി അതിന്റെ ഭാരം കൊണ്ട്. സുബ്ഹാനല്ലാഹ്, മനസ്സിലായില്ലേ? അങ്ങനെ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരുന്ന കയറിയതായിരിക്കുന്ന വാഹനങ്ങൾ അത് വഹയിന്റെ ഇറങ്ങുന്ന സന്ദർഭത്തെ സഹിക്കാനാവാതെ കണ്ടിട്ട് അത് നിരവരുന്നതായിട്ടും അത് ക്ഷീണിക്കുന്നതായിട്ടും കൊഴിഞ്ഞു പോകുന്നതായിട്ടും കിടക്കുന്നതായിട്ടും ഒക്കെ കണ്ടതായ സംഭവങ്ങൾ നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഇൻ കാന ലയുഹാ ഇലൈഹി വഹുവ അലാ നാഖതി, ചിലപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ
ഒട്ടകപ്പുറത്ത് ഇരിക്കുമ്പോഴായിരിക്കും വഹി ഇറങ്ങുന്നത്. ഫതളിബു ബിജിറാനിഹാ മിൻ തിഖലി, അത് അവിടെ അച്ചടിക്കാൻ അവിടെ ഇരിക്കുന്ന മിൻ തിഖലി മാ യുഹാ ഇലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി ഇറക്കപ്പെടുന്നതിന്റെ ഭാരം കാരണത്താൽ. വസദഖല്ലാഹുൽ അലീം ഇദ് യഖൂൽ ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല എന്ന് പറഞ്ഞതിന്റെ അർത്ഥവും ഇതൊക്കെ തന്നെയാണ്. പിന്നെ അപ്പൊ എത്ര സന്ദർഭങ്ങൾ പറഞ്ഞ നമ്മള്? 6 സന്ദർഭങ്ങൾ 6 രീതിയിലൂടെ. ചിലതൊക്കെ 1, 2, 3 കാര്യങ്ങൾ ഒരുമിച്ച് കൂടിയും വരാം, വേറിട്ടുകൊണ്ടും വരാം. മനസ്സിലായില്ലേ? ഈ എല്ലാ കാരണങ്ങളും ഒരുമിച്ച് കൂടൽ, പിന്നെ എല്ലാ കാരണങ്ങളും ഒരുമിച്ച് കൂടൂല. കാരണം പിന്നെ പല കാരണങ്ങളും ഒന്നിച്ചു വരാം, വേറിട്ടുകൊണ്ടും വരാം. ഇങ്ങനെ 5-6 അടയാളങ്ങൾ സഹാബത്തിന്റെ അതിന്റെ ഇപ്പോ എല്ലാ സഹാബത്തും ഇപ്പൊ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ടോ? എല്ലാ സഹാബത്തും ഹദീസ് ഉദ്ധരിച്ചിട്ടില്ലല്ലോ. ഉദ്ധരിച്ച സഹാബത്തിന്റെ അറിവിൽപ്പെട്ട കാര്യങ്ങളാണ്. വേറെയും ഗുണങ്ങളെ കൊണ്ടായിരിക്കാം, കണ്ടവരുണ്ടാകാം, ഉദ്ധരിക്കപ്പെടാതെ വന്നിരിക്കാം, ഉദ്ധരിക്കപ്പെട്ടിരിക്കാം. പക്ഷെ അത് സഹിയായ റിവായത്തിലൂടെ സനദിലൂടെ വരാത്തത് കൊണ്ട് തള്ളപ്പെട്ടു പോയിരിക്കാം, പലതുണ്ടാവാം. ഇത് നമുക്ക് എത്തിച്ചത്, നമുക്ക് ലഭിച്ചത് ആ രീതി 6 രീതിയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ആവശ്യം അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹാബത്തുമായിട്ടുള്ള പിന്നെ അവര് പിന്നെ സംസാരിക്കുമ്പോൾ സഹാബത്തിന് വഹി എങ്ങനെ, വഹി അല്ലാത്തത് എങ്ങനെയെന്ന് വേർതിരിച്ചറിയാൻ സാധിച്ചിരുന്നു നമുക്ക് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഉസ്മാൻ റളിയല്ലാഹു തആലാന്റെ കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആന്റെ ക്രോഡീകരണം എങ്ങനെയായിരുന്നു നമുക്ക് മനസ്സിലാക്കാം. നോക്കുക. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു തആലാനു, ആരാ ഉസ്മാൻ റളിയല്ലാഹു തആലാനു? ചെറിയൊരു വിശദീകരണം. അവരുടെ പിതാവ് അഫ്ഫാൻ എന്നവര്, ഇബ്ൻ അബിൽ ആസ്, അമീറുൽ മുഅ്മിനീനാണ് അല്ലേ, 3ാമത്തെ ഖലീഫയാണ്, റസൂലുള്ളാഹിന്റെ മരുമകനാണ്. എത്ര മക്കളെ കെട്ടിയിട്ട് റസൂലുള്ളാഹിന്റെ 2 പെൺമക്കളുടെ ഭർത്താവായ ഒരു ഹദീസ് കാണാൻ എനിക്ക് 40 പെൺമക്കളുണ്ടെങ്കിൽ, അല്ല 100 പെൺമക്കളുണ്ടെങ്കിൽ ആൾക്കാർക്ക് കെട്ടിച്ചു കൊടുക്കുമായിരുന്നു, ഒന്നിന് പിറകെ ഒന്നായിട്ട് സമാനം ഞാൻ കെട്ടിച്ചു കൊടുക്കുമായിരുന്നു എന്ന് മഹാനാൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത്ര ഇഷ്ടമായിരുന്നു റസൂലുള്ളാഹിക്ക് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. വസാദിത്തുൽ ഖുലഫാ റാഷിദീൻ വഅഹദുൽ മുബശ്ശിരീന ബിൽ ജന്ന, സർവ്വം കൊണ്ട് സന്തോഷം അറിയിക്കപ്പെട്ടവരിൽ ഒരാൾ. വുലിദ ബി മക്കത്ത സനത 47 ഖബല അൽ ഹിജ്റ. BH ഖബല അൽ ഹിജ്റ എന്നുള്ള നമുക്ക് എന്ത് അങ്ങനെ പറയാ, BC എന്നുള്ളത് പറയുന്നത് പോലെ നമുക്ക് എന്ത് പറയാ, ഖബല അൽ ഹിജ്റ എന്നുള്ളതിന് BH എന്നാക്കിക്കൂടെ? എന്താ BH എന്ന് പറഞ്ഞാല്, BC എന്ന് പറഞ്ഞാല് പിന്നെ ക്രിസ്തുവിന്റെ മുമ്പ് അല്ലേ, AD എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ശേഷം. അതുപോലെ നമ്മൾ BH എന്ന് പറയുന്നത് അങ്ങോട്ട് ഹിജ്റയുടെ മുമ്പായിട്ട് നമുക്ക് അങ്ങനെ കൂട്ടാം. ഏതായാലും ഹിജ്റയുടെ മുമ്പ് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഹിജ്റയുടെ മുമ്പ് 47 വർഷങ്ങൾക്ക് മുമ്പാണ് ജനിച്ചത്. പിന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനായി വന്നതിന് ശേഷം ഏകദേശം വളരെ വൈകാതെ തന്നെ അവർ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. ഖുറൈശികളിലെ പ്രമാണിയായിരുന്നു, ധനികനായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് വഹി എഴുതുന്നതായ ആളുകളിൽപ്പെട്ട ഒരു വ്യക്തിയും കൂടിയായിരുന്നു. ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്നവരിൽപ്പെട്ടവരാണ്. അതായത് 4ാമത്തെ ആളാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നതിൽ 4ാമത്തെ ആളായിരുന്നു അവര്. മാത്രമല്ല പിന്നെ തന്റെ അഹ്ലിയാരോടുകൂടെ തന്റെ കുടുംബസമേതം 2 ഹിജ്റ പോയവരിൽപ്പെട്ട ആദ്യം ഒന്ന് ഹബ്ശയിലേക്കും എത്യോപ്യയിലേക്കും പിന്നീട് മദീനയിലേക്കും അഹ്ലിയാരോടുകൂടെ ഹിജ്റ പോയ മുഹാജികളിലും പ്രഥമനാണ് അദ്ദേഹം. വഹദ് സിത്തത്തില്ലതിനെ തൗഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹു അൻഹും റാളിൻ, റസൂലുള്ളാഹിന്റെ തൃപ്തി കരസ്ഥമാക്കിക്കൊണ്ട് റസൂൽ വഫാത്താകുമ്പോൾ പ്രത്യേകമായി തൃപ്തി ഉണ്ടെന്ന് വേറെടുത്ത് പറഞ്ഞതായിരിക്കുന്ന 6ൽ ഒരാളായിരുന്നു. മാത്രമല്ല റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധ ഖുർആൻ ക്രോഡീകരിച്ചവരിൽപ്പെട്ട ഒരാളുമായിരുന്നു. അത് ഹൃദയസ്ഥമാക്കിയ ഹാഫിളുകളിൽപ്പെട്ട ഒരാളായിരുന്നു. അവര് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പോലെ മുഖച്ഛായ ഉള്ള ആളായിരുന്നു എന്നുള്ള മനസ്സിലായില്ലേ? അന്നൊക്കെ ഒരു ക്യാമറ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല, ക്യാമറയിലോ ഒന്നുമില്ല, അതുകൊണ്ട് നമുക്ക് ആരും കാണാൻ പറ്റില്ല. പക്ഷെ അള്ളാഹു തആല നേരെ തന്നെ ആഖിറത്തിൽ അവരൊക്കെ കണ്ട് സന്തോഷിക്കാനുള്ളതായ സന്ദർഭം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പം പിന്നെ വകാന അഷ്ബഹന്നാസ് ഇബ്രാഹിം അലൈഹിസ്സലാം സയ്യിദന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂലുള്ളാഹിനോടും നമ്മുടെ പ്രവാചകന് റസൂലുള്ളാഹിനോടും ഇബ്രാഹിം നബിയോടും മുഖച്ഛായുള്ള ഒരാളായിരുന്നു ആര്? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. വലിയ പെരുന്നാൾ ദിവസത്തിലാണ് ഷഹീദായത്. മനസ്സിലായില്ലേ? വലിയ പെരുന്നാൾ ദിവസത്തിൽ ഷഹീദായ വേറെ ആൾ കൂടിയുണ്ട്.
നിങ്ങൾക്കറിയോ? പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ മദീനയിലെ തന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് ബലിപെരുന്നാൾ പുലർച്ചക്ക് ഷഹീദായി. ഹിജ്റ 35-ാം വർഷത്തിൽ. പിന്നെ വേറെ ആളുണ്ട്, അതിൽ കൂടെ പറയാൻ പറ്റുമോ നിങ്ങൾക്കറിയില്ല. അതെ, സദ്ദാം ഹുസൈൻ തന്നെ അല്ലേ? വലിയ നാളുടെ എന്നല്ലേ ഞാൻ ഷഹീദായതെന്ന് പറയുന്നത്. ഏതായാലട്ടെ, പിന്നെ ഉസ്മാൻ റളിയല്ലാഹു തആല ഉസ്മാൻ റളിയല്ലാഹു തആലാന്റെ ഭരണകാലം ആരംഭിക്കുന്നത് ഉമർ റളിയല്ലാഹു തആല രക്തസാക്ഷിയായി മുഹറത്തിന്റെ തുടക്കത്തിലാണ്. രക്തസാക്ഷിയായതിനു ശേഷമാണല്ലോ ഉസ്മാൻ റളിയല്ലാഹു. കാരണം എന്തുകൊണ്ട്? ഉമർ റളിയല്ലാഹു തആലാനെ മറമാടി 3 ദിവസത്തിന് ശേഷമാണ് ഖലീഫയായും കൊണ്ട് ആരെ തെരഞ്ഞെടുക്കപ്പെടുന്നത്? ഉസ്മാൻ റളിയല്ലാഹു തആലാനെ തെരഞ്ഞെടുക്കപ്പെടുന്നത്. മഹാനവറുകളുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ വിസ്തൃതിനെ അത് വികസിച്ചുകൊണ്ടിരുന്ന്, ഇസ്ലാമിക സാമ്രാജ്യം വികസിച്ചുകൊണ്ടേയിരുന്നത്. റയ്യ് എന്ന് പറയുന്ന പേർഷ്യയുടെ ഭാഗം അവരുടെ കാലഘട്ടത്തിലാണ് ഇസ്ലാമിന് കീഴിൽ വന്നത്. അതുപോലെ തന്നെ ഒരുപാട് റോമക്കാരുടെ ഒരുപാട് കോട്ടകൾ മഹാനവറുകളുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാനവറുകളുടെ കാലഘട്ടത്തിലാണ് മസ്ജിദ് നബി വികസനം നടന്നത്. അതെ, പിന്നെ സ്പെയിൻ ജയിച്ചടക്കിയത്, ഉസ്തുഹർ ജയിച്ചടക്കിയത്, അതുപോലെ ഖുറാസാന്റെ അധിക നാടുകളും കീഴടക്കിയത്, നൈസാബൂരും തൂസും സർഹുസും മറുവയും ബൈഹക്കും തുടങ്ങിയതായിരിക്കുന്ന അനവധി രാജ്യങ്ങൾ ഇസ്ലാമിന്റെ ഭരണത്തിന് കീഴിൽ വന്നത് ആരെ കാലത്താണ്? മഹാനായിരിക്കുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലയുടെ കാലഘട്ടത്തിലാണ്. ഞാൻ പറഞ്ഞല്ലോ, മുമ്പ് പറഞ്ഞ ഇൻഷാ അല്ലാഹ് ചരിത്രം പറയുമ്പോൾ ബാക്കിയൊക്കെ പറയാം. പിന്നെ മാത്രമല്ല വകസറൽ ഉംറാൻ വതഫറഖൽ മുസ്ലിമൂന ഫി അർജാഇൽ ബിലാദിൽ ഇസ്ലാമിയ്യത്തി വഖതാരിഹാ. എന്തായിരുന്നു മഹാനവറുകളുടെ കാലഘട്ടത്തിൽ? ഇസ്ലാമിക വാസ്തുശില്പങ്ങൾ, അതായത് ഇതൊക്കെ വികസിച്ചു വന്ന് ജനസംഖ്യയും താമസവും ഒക്കെ എന്ത് ചെയ്ത് വർദ്ധിച്ചു വന്നൊരു കാലഘട്ടമായിരുന്നു. മാത്രമല്ല ഇസ്ലാമിന്റെ മറ്റുള്ള ഭാഗങ്ങളിൽ അപ്പം ഈ അറേബ്യൻ ഉപദ്വീപിന്റെ അതിരുകൾ വിട്ട് ഇസ്ലാം അങ്ങോട്ട് വ്യാപിക്കാൻ തുടങ്ങിയപ്പോൾ പുതിയ തലമുറ വളർന്നു വന്ന്, അല്ലേ? പുതിയ തലമുറ വളർന്നു വന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചും വഹീനെ കുറിച്ചും അറിഞ്ഞിരുന്ന വിഭാഗമായിരുന്നു അടുത്തടുത്തൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഹിജ്റ 24 കഴിഞ്ഞ് 25, 26, 27, 28 അങ്ങനെ വർഷങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് കൊണ്ട് റസൂലുള്ളാഹിന്റെയും വഹീന്റെയും ഒക്കെ വിവരങ്ങൾ ഇങ്ങനെ കുറഞ്ഞു വന്ന്, സംശയമില്ലല്ലോ വഹീന്റെ ആ മഹബത്തുൽ വഹിയുമായും കൊണ്ട് അകലുംതോറും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട അറിവും കുറഞ്ഞുകൊണ്ടിരിക്കും, അടുക്കും തോറും കുറവ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. വകാന അഹ്ലു കുല്ലി ഇഖ്ലീമി മിൻ അഖാലിം ഇസ്ലാം യഖുദൂന ബിഖിറാഅത്തിൻ നിസ്റ. കേട്ടോളി, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ എന്തിനാണ് പിന്നെ മറ്റൊരു ഖുർആൻ ക്രോഡീകരണം നടന്നത്? ഇതിന്റെ പാശ്ചാത്തലമാണ് പറഞ്ഞു വരുന്നത്, മനസ്സിലായോ? അങ്ങനെ മഹാനവറുകളുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിക രാജ്യത്തിന്റെ വിസ്തൃതി കൂടി വരികയും അങ്ങനെ പുതിയ തലമുറകള് ഖുറാസാന്റെയും പേർഷ്യയുടെയും ഭാഗത്തു നിന്ന് ആര് കടന്നു വന്ന് പിന്നെ എന്താണ് അവരുടെ ഒരു വേദഗ്രന്ഥം ഉണ്ടല്ലോ, എന്താ സറദഷ്ത് എന്ന് പറയുന്ന ആ വേദഗ്രന്ഥത്തിൽ വിശേഷ ആ പേർഷ്യൻ ഫിലോസഫിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് അവരിൽ കൂടുതലും ഉണ്ടായിരുന്നത്. റോമക്കാരുമായി ബന്ധപ്പെട്ടുമ്പോൾ ക്രിസ്തീയരും ജൂതന്മാരുമായിരിക്കുന്ന ഒരു വിഭാഗം റോമൻ രാജ്യങ്ങളിലേക്ക് ഇസ്ലാം വികസിച്ചപ്പോൾ അവിടെയുള്ളായിരിക്കുന്ന ക്രിസ്തീയരായിരിക്കുന്ന, അതായത് റോമൻ കത്തോലിക്ക, അതുപോലെ തന്നെ വിഭാഗക്കാരായിരിക്കുന്ന ക്രിസ്ത്യാനികളും ഗ്രീക്ക് തത്വശാസ്ത്രം ഉൾക്കൊണ്ടതായിരിക്കുന്ന കുറെ ആളുകളൊക്കെ ഇതിലേക്ക് കടന്നു വരാൻ തുടങ്ങി. ആ ആശയം ഉൾക്കൊണ്ട ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും പിന്നെ യഖുദൂന ബിഖിറാഅത്തി മൻ ഇസ്തഹറ മൈലുഹും മിന സഹാബത്തി. അപ്പൊ ഇസ്ലാമിന്റെ വ്യാപ്തി വർദ്ധിച്ചപ്പോൾ ആ നാടുകളിലൊക്കെ ഇസ്ലാം കടന്നു ചെന്നപ്പോൾ ആ നാട്ടിലേക്കൊക്കെ ഒരു ഇമാം ഉണ്ടായിരുന്നു, ഒരു അമീർ ഉണ്ടായിരുന്നു. ഓരോരോ സഹാബത്ത് ഓരോ നാട്ടിലേക്ക് അങ്ങ് പോകും. കൂഫയിലേക്ക് ഒരാള്, ബസറയിലേക്ക് ഒരാള്, അതുപോലെ തന്നെ ഷാമിൽക്ക് വേറൊരാള്, ഇറാഖിൽക്ക് വേറൊരാള്, ഇങ്ങനെ പല ഭാഗങ്ങളിലായിട്ടും സഹാബത്ത് എന്ത് ചെയ്യും? ഇസ്ലാമിക ദാവത്തിന്റെ വെന്നിക്കൊടിയുമായിട്ട് ആ ദീപശിഖയുമായിട്ട് അവർ കടന്നു ചെല്ലുമ്പോൾ ആ സ്വഹാബി ഏത് രീതിയിലായിരുന്നു ഖുർആൻ ഓതിയിരുന്നത് ആ രീതിയിലാണ് അവർ കേട്ട് പഠിക്കുക.
അല്ലേ? ആ സ്വഹാബി ഏത് പിന്നെ ഖുർആൻ ഏഴ് ശൈലിയിൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഖുർആൻ ഏഴ് ശൈലിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോ ഈ പിന്നെ പിന്നെ അതായത് ഏഴ് ശൈലി എന്ന് വെച്ചാല് ഭാഷാ ശൈലിയിൽ, അല്ലാതെ പിന്നെ അർത്ഥത്തിലല്ല. ഓരോരുത്തർക്കും ഓരോ നാടിനനുസരിച്ച് നമ്മൾ കേരളത്തിൽ തന്നെ എത്ര ജില്ലകളുണ്ട്, ആ ജില്ലകൾക്ക് ഓരോ ജില്ലകളിലും പിന്നെ ഓരോ ശൈലി എന്ന രൂപത്തിൽ ഒരു ജില്ലയിൽ തന്നെ പലവിധ ശൈലികളുണ്ട്. കോഴിക്കോട് ജില്ലയിൽ തന്നെ പല വിധത്തിന് സംസാരിക്കുന്ന ആളുകളുണ്ട്. മലപ്പുറം ജില്ലയുമായും കൊണ്ട് ബോർഡറിൽ കഴിയുന്ന ആളുകളൊക്കെ ഏകദേശമൊക്കെ അവരൊക്കെ സെയിം ആയിരിക്കും. അപ്പുറത്തുള്ള ഇപ്പുറത്തുള്ള ആളുകളൊക്കെ സെയിം സംസാരിക്കും. അവിടുന്ന് കുറച്ചൊന്ന് 2-3 കിലോമീറ്റർ കഴിഞ്ഞാൽ സംസാരം വേറെ ആയിരിക്കും. അത് വ്യക്തമായി പറയാൻ കാരണം എന്റെ നാട്ടിൽ കൽപ്പള്ളി ഭാഗങ്ങളിലേക്ക് മാവൂര് കൽപ്പള്ളി പോയരത്തേക്ക് അങ്ങോട്ട് കടക്കുമ്പോൾ തീർത്തും ഏത് ഭാഗത്തേക്കാണ് ഏത് സംസാരം കുറച്ച് വ്യത്യാസമുണ്ട്. അതവസരത്തില് പിന്നെ ഞങ്ങളെ ഭാഗം ചെറുപ്പ പെരുവേൽ പിന്നെ ബോർഡർ അങ്ങോട്ടൊക്കെ സംസാരത്തിൽ വ്യത്യാസമുണ്ട്. പറയുമ്പോൾ കുറഞ്ഞ കിലോമീറ്ററുകൾ മാത്രമേ വ്യത്യാസമുള്ളൂ. മനസ്സിലായില്ലേ? സംസാരത്തിന് പ്രകടമായിട്ട് കേൾക്കാൻ സാധിക്കും. അപ്പൊ ഒരു ജില്ലയിൽ തന്നെ വിവിധ നാട്ടിലുള്ള ആളുകൾ വിവിധ ശൈലിയിലാണ് സംസാരിക്കാറുള്ളത്. അതെ, സൽമാൻ ചെറുപ്പ എസ് അടിക്കുന്ന, മനസ്സിലായില്ലേ? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ അതുപോലെ തന്നെ അറബികളിലും രൂപത്തില് സംസാര ശൈലി അന്ന് നിലവിലുണ്ടായിരുന്നു. അപ്പോൾ ഓരോ സഹാബത്തും അവരെ ശൈലി അനുസരിച്ചുകൊണ്ടായിരുന്നു ഖുർആൻ ഓതിയിരുന്നത്. അങ്ങനെ ഓരോ നാട്ടുകാരുടെ അടുക്കലേക്ക് വരുന്ന സഹാബിയുടെ ആ ഓത്ത് അനുസരിച്ച് അവർ വളർന്നു വന്നു. അത് അഷ്ബഹ ബിമാ കാന ബൈന സഹാബത്തി ഖബ്ല അൻ യഅലമു അനൽ ഖുർആൻ നസല സബ്ദു റബ്ബൽ കാന ഹാദ ഷിഖാഖ് വശദ്ദ ലിബുദി അഹദി ഔലായി ബിന്നുബുവത്തി വാദി ബിവുജൂദി ഫൈസലിൻ ബൈനഹും യതബഇന്നൂന ഇലാ ഹുക്മിഹി വയസ്ദറൂന ജമീഅൻ അൻ റഅഹി. അങ്ങനെ എന്ത് ചെയ്ത് ഒരു ദിവസം ഇവരെല്ലാവരും പിന്നെ യുദ്ധത്തിന് പുറപ്പെട്ടു. ഏത് ഷാമിലുള്ള ആളുകളും, കാരണം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലുള്ള യുദ്ധങ്ങളാ. ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഓരോ നാട്ടിലുള്ള ആളുകളെയും എല്ലാവരെയും യുദ്ധത്തിന് ക്ഷണിച്ചു. അപ്പോൾ ബസറക്കാർ ഒരുമിച്ച് കൂടി, അതുപോലെ ഷാമാർ ഒരുമിച്ച് കൂടി, ഇറാഖുള്ളവർ ഒരുമിച്ച് കൂടി, കൂഫക്കാർ ഒരുമിച്ച് കൂടി, മക്കത്തുള്ളവരും മദീനത്തുള്ളവരും അതുപോലെ ഹിജാസിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള ആളുകളൊക്കെ കൂടി. അതിൽ പ്രമുഖരായിരിക്കുന്ന യോദ്ധാക്കൾ ഉണ്ടാവുമല്ലോ, പട്ടാളക്കാർ, അവരൊക്കെ വിളിച്ചു. പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ നേതൃത്വം കുറെ സഹാബികൾ തന്നെ പട്ടാളക്കാരുള്ളവരുണ്ട്. നേതൃത്വം സഹാബത്തിന് തന്നെയാണ്. അതുപോലെ പിന്നെ പല ആളുകളും അതിലൊക്കെ പങ്കെടുത്ത സഹാബത്വം താബികളൊക്കെ ഉണ്ട്. അങ്ങനെ വിവിധ നാടുകളിൽ നിന്നുള്ള പല യോദ്ധാക്കളെയും പല സൈനികങ്ങളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് എവിടേക്ക് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞയച്ചു? അർമീനിയ ഭാഗം. അർമീനിയ അതായത് അസർബൈജാൻ, അർമീനിയ അല്ലെ, ഇന്നും ആ പേര് തന്നെയാണ്, അന്നും ആ പേര് തന്നെയാണ്, ഇർമീനിയ. അർമീനിയ ഭാഗത്തേക്കും അതുപോലെ തന്നെ അസർബൈജാനും ഒക്കെ തന്നെ, അതായത് പിന്നെ ഈ ഏത് ഭാഗത്തേക്ക് ഇറാൻ കഴിഞ്ഞിട്ട് അസർബൈജാനും അർമീനിയ പഴയ സോവിയറ്റ് യൂണിയന്റെ പെട്ട രാജ്യങ്ങളായിരുന്നു ഒക്കെ. അവിടെ ആ രാജ്യം ജയിച്ചടക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ ഖലീഫ അവിടേക്ക് സൈന്യത്തിനെ അയച്ചു. അതാ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. അൻ ഇബ്നു ശിഹാബിൻ അൻ അനസ് ബിൻ മാലിക് ഹദ്ദസ അൻ ഹുദൈഫത്ത് ബിനുൽ യമാൻ. ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു തആല. ആരാ ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു തആല? അല്ലേ, റസൂലുള്ളാഹിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരൻ. റസൂലുള്ളാഹിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരൻ. മുനാഫിക്കുകളെ കുറിച്ച് റസൂലുള്ള പ്രവചിച്ച പ്രവചനങ്ങളും അവരുടെ ഗുണങ്ങളും അവരുടെ പേരുകളും ഒക്കെ തന്നെ ആര് സംരക്ഷിച്ചു പോന്നിരുന്നു? ബഹുമാനപ്പെട്ട പിന്നെ ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു തആല സൂക്ഷിച്ചു വന്നിരുന്നു. അതുകൊണ്ട് ആ സാഹിബ് സിർ നബി എന്നുള്ള അപരനാമം അദ്ദേഹത്തിന് ലഭിച്ചത്. പിന്നെ ഇസ്ലാമിനെ ജയിച്ചടക്കിയതായിരിക്കും. അതായത് ഇസ്ലാമിന്റെ യോദ്ധാക്കളിൽ അതിന്റെ പിന്നെ ബ്രിഗേഡിയർമാരിൽ പ്രമുഖനായിരുന്നു മഹാനവറുകൾ. ഉമർ റളിയല്ലാഹു തആല തന്നെ പേർഷ്യയിലെ മദായിനിൽ പിന്നെ ഗവർണറാക്കി നിശ്ചയിച്ചിട്ടുണ്ട്. നഹാബന്ത് അദ്ദേഹം ജയിച്ചടക്കിയിട്ടുണ്ട്. ദൈനൂർ അദ്ദേഹം കീഴടക്കിയിട്ടുണ്ട്. ദൈനൂറും സിന്ദാനും ഹമദാനും റയ്യും എല്ലാം. അവസാനം ഹിജറ 36 മഹാനവറുകൾ വഫാത്താവുകയും ചെയ്തു. അപ്പോ ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു തആല പറയാ, ഖദിമ അലാ ഉസ്മാന. ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു തആല ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ഖലീഫിന്റെ അടുക്കലേക്ക് വന്നു. വകാന യുഗാസി അഹ്ല ഷാമി ഫി ഫത്ഹി ഇർമീനിയ വ അദർബൈജാൻ. ഒരു ഹദീസ് പറയാണ്, അദർബൈജാനും അതുപോലെ തന്നെ അർമീനിയയും ജയിച്ചടക്കുന്നതിൽ ഷാമുകാരോടുകൂടെ അദ്ദേഹം യുദ്ധം ചെയ്യുകയായിരുന്നു. മാ അഹ്ലിൽ ഇറാഖി, ഇറാഖിന്റെ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഇറാഖിന്റെ അഹ്ലുകാരിൽപ്പെട്ടവരാണ്. അവിടെയാണ് അദ്ദേഹം വന്ന് വസിച്ചിരുന്നത് സഹാബി. അങ്ങനെ ഇറാഖുകാരോട് കൂടെ ആരോട് കൂടെ? ഷാമുകാരോട് കൂടെ
ഇറാഖുകാരുണ്ട്, നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ പല ഗോത്രക്കാരും ഉണ്ട്, പല നാട്ടിൽ നിന്ന് വന്ന പട്ടാളക്കാരും ഉണ്ട്. അങ്ങനെ പക്ഷേ അവർ നിസ്കരിക്കാന്ന് സന്ദർഭം അവർ പരിശുദ്ധ ഖുർആൻ ഓതുമല്ലോ. ഖുർആൻ ഓതുന്നില്ല. രാത്രി കാലങ്ങളിൽ സഹാബത്തൊക്കെ തന്നെ, സഹാബത്തും താബിങ്ങളൊക്കെ എന്താണ്, റുഹാബ് റുഹ്ബാനും ഫില്ലൈൽ ഷുജാനുൻ അല്ലെ ഫുർസാനും ഫിന്നഹാർ എന്നാണ് അവരെ കുറിച്ച് വിശേഷിപ്പിക്കുന്ന ചരിത്രം. പകലിൽ അവര് പിന്നെ കുതിരപ്പടയാളികളാണെങ്കിൽ രാത്രി അവർ പുരോഹിതന്മാരാണ്. എന്നുവെച്ചാല് വിശുദ്ധ ഖുർആനും ഓതിക്കൊണ്ടും നിസ്കരിച്ചുകൊണ്ടും അള്ളാഹുവിലേക്ക് കീഴ് വണങ്ങിക്കൊണ്ട് പിന്നെ വളരെയധികം ആരാധനയിൽ കഴിച്ചു കൂട്ടുന്നവരായിരുന്നു. ഫുർസാനുൻ അവര് ധീര പടയാളികളാണ്, ധീരയോദ്ധാക്കളാണ്, കുതിര പടയാളികളാണ് അവർ പകൽ സമയത്ത്. അങ്ങനെ ഖുർആൻ ഓതുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്പൊ ഷാമിന്ന് വന്നവരും ഇറാഖിൽ നിന്ന് വന്നവരും തമ്മിൽ ഓത്തിൽ വ്യത്യാസമായി. അവിടെയാണ് പ്രശ്നത്തിന് തുടക്കം. ഫഅബ്സ ഹുദൈഫത്തു ഇഖ്തിലാഫുഹും ഫിൽ ഖിറാഅത്തി, ഓത്തിലുള്ള അഭിപ്രായ ഭിന്നത ഹുദൈഫ റളിയല്ലാഹു തആല ഭീതിപ്പെടുത്തി. കാരണം അവർ ഓതുന്നത് കുറഞ്ഞ വ്യത്യാസമുണ്ട്. ഈ പിന്നെ ഷാമാർ ഓതുന്ന ഓത്തിന് കുറച്ച് വ്യത്യാസത്തിലാണ് ആരോതുന്നത്, ഇറാഖുകാർ ഓതുന്നത്, അതായത് ബസറക്കാരല്ലേ കൂഫക്കാർ ഓതുന്നത്. അങ്ങനെ ഈ ഭിന്നത അത് വലിയ പ്രശ്നമായി തീരുമെന്ന് മഹാനവറുകൾ മനസ്സിലാക്കി അദ്ദേഹം അവിടെ ബൈക്ക് വെച്ചുകൊണ്ട് എവിടേക്ക് തിരിച്ച്, ഉസ്മാൻ റളിയല്ലാഹു തആലയെ കാണാൻ വേണ്ടി മദീനയിലേക്ക് തിരിച്ചു. ഫഖാല, അങ്ങനെ മദീനയിൽ ഉസ്മാൻ റളിയല്ലാഹു തആലയുടെ അടുക്കൽ വന്നുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ അദ്രിക് ഹാദിഹിൽ ഉമ്മത ഖബ്ല അൻ യഖ്തലിഫു ഫിൽ കിതാബി ഇഖ്തിലാഫൽ യഹൂദി വൻ നസാറ. അമീറുൽ മുഅ്മിനീനായ മഹാനവറുകളെ, ഈ ഉമ്മത്തിനെ നിങ്ങൾ രക്ഷപ്പെടുത്തണം. അവർ പരിശുദ്ധ ഖുർആനിൽ ഛിന്ന ഭിന്നമായി പോകുന്നുണ്ട്. ജൂത നസാറാക്കൾ എങ്ങനെ വിഘടിച്ചു പോയോ അതുപോലെ പിന്നെ നമ്മുടെ ഈ ഉമ്മത്ത് പരസ്പരം കലഹിച്ച് ഭിന്നിച്ച് തീരുന്നതിന് മുൻപായിട്ട് ഈ ഉമ്മത്തിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ഉടനെ തന്നെ വിഷയങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പിന്നെ തന്റെ ക്യാമ്പിലുണ്ടായ സംഭവങ്ങളൊക്കെ പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തപ്പോൾ ഫഅർസല ഉസ്മാനു ഇലാ ഹഫ്സത, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഹഫ്സ ബീവിയിലേക്ക് ആളെ അയച്ചു. ആരാ ഹഫ്സ ബീവി എന്ന് പറഞ്ഞാല്? ഉമർ റളിയല്ലാഹു തആലയുടെ പിന്നാര മകൾ, റസൂലുള്ളാഹിന്റെ ഭാര്യ, നമ്മുടെ ഉമ്മന ഹഫ്സ റളിയല്ലാഹു തആല അൻഹ. ഹഫ്സ റളിയല്ലാഹു അൻഹയിലേക്ക് ആളെ അയച്ചു. എന്തിനാണ് അവിടേക്ക് അയച്ചത്? മഹദിയുടെ കയ്യിലായിരുന്നു, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിലുണ്ടായിരുന്ന മുസ്ഹഫ് ഉണ്ടായിരുന്നത്. മനസ്സിലായില്ലേ? അന്ന് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ക്രോഡീകരിച്ച മുസ്ഹഫ് ഉണ്ടല്ലോ, അതെവിടെ ആരെ കയ്യായിരുന്നു? മഹാനവറുകളുടെ ശേഷം സിദ്ദീഖ് റളിയല്ലാഹു വഫാത്താന് ശേഷം ഖലീഫ ഉമർ റളിയല്ലാഹുവിന്റെ കയ്യിൽ കിട്ടി. ഉമർ റളിയല്ലാഹു തആല വഫാത്താന് ശേഷം ആരെ കയ്യിലാണ്? തന്റെ റസൂലുള്ളാഹിന്റെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ പിന്നാര മകളായ ഹഫ്സ ബീവിയുടെ കയ്യിലായിരുന്നു. അങ്ങനെ ഈ വിഷയം വന്നപ്പോൾ ഹഫ്സ ബീവിന്റെ കയ്യിലുള്ള മുസാഫിനെ എടുത്തുകൊണ്ടുവരുവാൻ ആളെ വിട്ടു. എന്താ പറഞ്ഞ, അൻ അർസിലി ഇലൈനാ ബിസ്സുഹുഫി, ആ ഏടുകളൊക്കെ ഞങ്ങളേക്ക് ഒന്ന് കൊടുത്തയക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആളെ വിട്ടു. നൻസഖുഹാ ഫിൽ മസാഹിഫി, ഞങ്ങൾക്ക് എന്തുണ്ട് ഉദ്ദേശമുണ്ട്, ഇത് പിന്നെ അതൊക്കെ കൂടി കോപ്പി എടുത്തിട്ട് വിവിധ മുസ്ഹഫുകളാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. സുമ്മ നെറുദ്ദുഹ ഇലൈക്കി, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ആളെ വിട്ടു. ഫഅർസലത് ബിഹാ ഹഫ്സത്തു ഇലാ ഉസ്മാന, അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു തആല ഹഫ്സ ബീവി ആ ഏടുകളെ, പരിശുദ്ധ ഖുർആൻ എഴുതി വെച്ചിരുന്ന ഏടുകളൊക്കെ കൊണ്ട് ചെന്നു. ഒരു മുസാഫിന്റെ രൂപത്തിലാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഫാമർ സയ്യിദ് ഇബ്നു സാബിത്ത്, അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ്, സഈദ് ഇബ്നു ആസ്, അബ്ദുറഹ്മാൻ ഇബ്നു ഹാരിസ് ഇബ്നു ഹിഷാം, അങ്ങനെ വേറെയുണ്ട്. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആലയുടെ നേതൃത്വത്തിലാണ് കമ്മിറ്റി ഉണ്ടാക്കിയത്. മനസ്സിലായില്ലേ? രണ്ടാമതും ഓത്തിൽ, അതായത് ചിലർ മലിക്കിയോമിദ്ദീൻ, ചിലർ മാലിക്കിയോമിദ്ദീൻ ഓതും, ചിലപ്പോൾ പിന്നെ തബയ്യനു എന്നുള്ളതും തസബത്തു എന്നോതും. രണ്ടു ഓത്ത് തന്നെയാണ്, രണ്ടും അംഗീകരിച്ചതിനാണ്. പക്ഷേ ഇതിനെ പറ്റി അതിന് മനസ്സിലാക്കിയിരുന്ന സഹാബത്തിന് പ്രശ്നമില്ലായിരുന്നു. റസൂൽ അങ്ങനെ അംഗീകരിച്ചത് അവർക്കറിയാം. പക്ഷെ ഇത് അറിയാത്തതായിരിക്കുന്ന ഷാമിൽ നിന്ന് വരുന്ന ആളുകൾ തസബത്തു എന്നായിരിക്കും ഓതുന്നത്, എന്നാൽ ഇറാഖിൽ നിന്ന് വരുന്ന ആളുകളോ തബയ്യനു എന്നായിരിക്കും ഓതുന്നത്. അതുപോലെ വേറെ ചില പല സ്ഥലങ്ങളിലുണ്ട്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ ഓതിയപ്പോഴുള്ള അഭിപ്രായ ഭിന്നത അവർ പരസ്പരം ഭിന്നിക്കുന്നതിലേക്കും അത് കാരണമായിട്ട് കുഴപ്പം വരുന്നതിലേക്കും പരസ്പരം കാഫറാക്കുന്ന അവസ്ഥ, തള്ളിക്കളയുന്ന അവസ്ഥ വരേക്കും ഉണ്ടാകാൻ തുടങ്ങിയപ്പോഴാണ് ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഇത് ഒറ്റ ഏക ഓത്തിലായിട്ട് അതിനെ ഏകീകരിക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെട്ടത്. മഹാനവറുകൾക്ക് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വേറെ ചരിത്രത്തിൽ വരുന്നുണ്ട്. ഏതായാട്ടെ, മറ്റൊരു സംഭവം കണ്ട, ലമ്മാ കാനത്ത് ഖിലാഫത്ത് ഉസ്മാന ജഅലൽ മുഅല്ലിമു യുഅല്ലിമു ഖിറാഅത്ത റജുലി വൽ മുഅല്ലിമു യുഅല്ലിമു ഖിറാഅത്ത റജുലി. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ട ഖിലാഫത്തിന്റെ ഘട്ടത്തിൽ ഒരു മുഅല്ലിം എന്ത് ചെയ്യും, സഹാബിയോ അല്ലെ മറ്റുള്ളവരോ, ഒരു മുഅല്ലിം തന്റെ കുട്ടികളെ
ഒരു രീതിയിൽ ഓതി കൊടുക്കും, വേറെ മാലിമ് തന്റെ വിദ്യാർത്ഥികൾക്ക് മറ്റൊരു രീതിയിൽ ഓതി കൊടുത്തു. അങ്ങനെ ഫജഅലൽ ഗിൽമാനി യതലഖൂന ഫയഖ്തലിഫൂന ഹത്ത ഇർതഫഅ ദാലിക ലിൽ മുഅല്ലിമീന. അപ്പൊ ഈ രണ്ട് മദ്രസയിലെ കുട്ടികൾ എന്ത് ചെയ്യും, വ്യത്യസ്തമായ രൂപത്തിൽ ഓതിയിട്ടുള്ള അഭിപ്രായ വ്യത്യാസം അത് ആരിലേക്ക് എത്തും, മാലിമ്യങ്ങളിലേക്ക് എത്തും. കാല അയ്യൂബ് എന്നൊരു പറഞ്ഞില്ല, ആലമു ഇല്ലാ കാല. ആ റിവായത്തിൽ ഹത്ത കഫറ ബാദുഹും ബിഖിറാഅത്തി ബാദിനും, ചിലരെന്ത് ചെയ്ത് കാഫറാണെന്ന് പറയും. ഇത് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ രൂപത്തിലല്ല, നിങ്ങൾ തെറ്റിച്ചാണ് ഓതുന്നത്, അങ്ങനെ ഖുർആൻ ഇല്ല, അങ്ങനെ ഖുർആൻ ഓതിയാൽ ഇസ്ലാം പുറത്തു പോകും എന്ന് പറയുന്ന അവസ്ഥ വരെ എത്തി. ഈ വ്യത്യസ്തമായ ഓത്ത് അങ്ങനെ നടപ്പിലാക്കാൻ തുടങ്ങിയപ്പോൾ ഈ വിഷയം ഖലീഫക്ക് ലഭിക്കുകയും ഫഖാമ ഖതീബൻ, മഹാനവർകൾ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി അതീവ ഗൗരവ സ്വഭാവത്തിൽ ഒരു ദിവസം എഴുന്നേറ്റ് നിൽക്കുകയും അവിടുന്ന് പ്രസംഗിക്കുകയും ചെയ്തു. അൻതും ഇന്ദി തഖ്തലിഫൂന വതൽഹനൂന ഫമൻ അഅന്നി മിനൽ അംസാരി അശദ്ദു ഫീഹി ഇഖ്തിലാഫൻ വഅശദ്ദു ലഹനൻ ഇജ്തമിഉ യാ അസ്ഹാബ മുഹമ്മദിൻ ഫക്തുബൂഹു ലിന്നാസി ഇമാമാ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ എന്റെ അടുക്കൽ ഒരുപാട് സഹാബത്തിന്റെ അടുക്കൽ ജീവിക്കുന്ന നിങ്ങൾ തന്നെ ഈ രൂപത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായാൽ, അൻതും ഇന്ദി തഖ്തലിഫൂന വതൽഹനൂന, നിങ്ങൾ എന്റെ അടുക്കൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളും വിവിധ രൂപത്തിൽ ഓതുകയും പേക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഫമൻ അഅന്നി മിനൽ അംസാരി, ഈ നമ്മുടെ ഈ ഒരു ഈ പാശ്ചാത്തലത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്നതായ വിവിധ രാജ്യങ്ങളിൽ പറന്നു കിടക്കുന്ന ഇസ്ലാമിന്റെ മക്കള് അശദ്ദു ഫീഹി ഇഖ്തിലാഫൻ വഅശദ്ദു ലഹന, നിങ്ങൾ ഇവിടെ വെച്ചുകൊണ്ട് ഭിന്നിച്ചിട്ടുണ്ടെങ്കിൽ ഈ മദീനയിൽ നിന്ന് അപ്പുറത്തുള്ള ആയിരിക്കുന്ന അസർബൈജാന്റെ തല മുതൽ അതുപോലെ സിന്ധ് വരേക്കും സ്പെയിൻ വരേക്കും നീണ്ടു കിടക്കുന്ന കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അതുവരേക്കും നീണ്ടു കിടക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളിലുള്ള ആളുകൾ എന്തായാലും ഭിന്നിക്കുകയും പരസ്പരം അഭിപ്രായ ഭിന്നതയിൽ ഏർപ്പെട്ട് കുഴപ്പം തലപൊക്കുകയും ചെയ്യുമല്ലോ. അതുകൊണ്ട് ഇജ്തമിഉ യാ സുഹാബ മുഹമ്മദ്, ഓ സഹാബത്തെ നിങ്ങൾ ഒരുമിച്ച് കൂടുക, ഫക്തുബു, ആ മുസാഫ് നിങ്ങൾ എഴുതൂ, ലിന്നാസ് ഇമാമൻ, ഒരു മുസാഫ് അത് എല്ലാവർക്കും അതൊന്ന് മാതൃകയാക്കി എല്ലാവരും ഒരുപോലെയും ഒരു ഭിന്നതയില്ലാതെ ഓതുന്ന രീതിയിൽ ആ ഭിന്നതകളായിരിക്കുന്ന വിഷയം ഒന്ന് ക്രോഡീകരിച്ചുകൊണ്ട് ശരിയായ രീതിയിൽ ഒരു മുസാഫിൽ ഇമാം നിങ്ങൾ എഴുതണം, രേഖപ്പെടുത്തണമെന്ന് മഹാനവർകൾ നിർദ്ദേശം കൊടുക്കുന്നു. ഏതല്ലാട്ടെ. അപ്പോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു സംഭവം നമുക്കറിയാം. അതെ അലി റളിയല്ലാഹു അൻഹു പറയില്ല, യാ അയ്യുഹന്നാസ്, ഉസ്മാൻ റളിയല്ലാഹു തആലാന്റെ രക്തസാക്ഷി അതാണല്ലോ, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ രക്തസാക്ഷിയായിട്ടാണല്ലോ വഫാത്താകുന്നത്. അന്നപ്പോ എതിരാളികൾ ഉന്നയിച്ച ഒരു വിഷയം എന്തായിരുന്നു, ഉസ്മാൻ റളിയല്ലാഹു തആലാന്റെ മുസ്ഹഫ് കത്തിച്ച ആളാണ് എന്നുള്ളതിന് ഒരു ആരോപണം. മനസ്സിലായില്ലേ എന്താണ് സംഭവം എന്നുള്ളത്? അറിയാത്ത കുഴപ്പക്കാരായിരുന്നു അവര് വിപ്ലവം ഉണ്ടാക്കി വന്ന ആളുകളായിരുന്നു. അവർക്ക് സംഗതി യഥാർത്ഥം അവർക്ക് മനസ്സിലായില്ലായിരുന്നു. ഈ സന്ദർഭത്തിൽ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ തഗ്ലു യാ അയ്യുഹന്നാസ് ലാ തഗ്ലു ഫീ ഉസ്മാന വലാ തഖൂലു ലഹു ഇല്ലാ ഖൈറാ, ജനങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാര്യത്തിൽ നിങ്ങൾ ഖൈറല്ലാതെ പറയരുത്, നിങ്ങൾ അമിതമായിട്ട് അദ്ദേഹത്തെ നിങ്ങൾ ഇകഴ്ത്താൻ ശ്രമിക്കരുത്, നിങ്ങൾ വല്ലാതെ ഓവറായി നിങ്ങൾ സംസാരിക്കുന്നുണ്ട്, അത് പാടില്ല. ഫവല്ലാഹി മാ ഫഅലല്ലദീ ഫഅല ഫിൽ മസാഹിഫി ഇല്ലാ അൻ മലഇൻ മിന്നാ ജമീഅൻ, ഉസ്മാൻ റളിയല്ലാഹുവിന് സ്വന്തമല്ല അദ്ദേഹം ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തത്, ഞങ്ങളെ അടക്കമുള്ള വലിയൊരു സഹാബത്തിന്റെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം മുസ്ഹഫുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്. മുസ്ലിം ലോകത്തിനാകമാനം ഖിയാമത്ത് നാൾ വരെ എല്ലാവരും ഒരേ രീതിയിൽ ഖുർആൻ ഓതിയിട്ട് പടിഞ്ഞാറ് നിന്ന് വരുന്ന വ്യക്തി ഓതുന്ന ഖുർആനും കിഴക്ക് നിന്ന് വരുന്ന വ്യക്തി ഓതുന്ന ഖുർആനും തെക്ക് നിന്നും വടക്ക് നിന്ന് വരുന്ന വ്യക്തികൾ ഓതുന്ന ഖുർആനും ഒന്നാവുക എന്ന് പറയുന്ന ഏറ്റവും മഹത്തായിരിക്കുന്ന ഈ പ്രവർത്തനം പ്രവർത്തിച്ചത് തുടക്കം കുറിച്ചത് ഉസ്മാൻ റളിയല്ലാഹു തആല സ്വന്തമായിട്ടല്ല, ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ സാന്നിധ്യത്തിലാണ്. ഫഖാല മാ തഖൂലൂന ഫീ ഹാദിഹിൽ ഖിറാഅത്തി, ഈ ഓത്തിൽ നിങ്ങൾ എന്ത് പറയുന്നു? ഫഖാല ബലഗന മഅലഹും യഖൂലു ഇന്ന ഖിറാഅത്തി ഖൈറു മിൻ ഖിറാഅതിക, നിങ്ങൾ ചിലർ പറയുന്നു എന്റെ ഓത്താണ് മറ്റേ ഓത്തിനേക്കാൾ നല്ലത്. അർത്ഥത്തിലല്ല വ്യത്യാസങ്ങൾ, ഇതൊക്കെ എന്താണ് ചില പദങ്ങളിലുള്ള വ്യത്യാസത്തിലാണ്. കാരണം ഒറ്റ പദവും ഖുർആനിൽ ഒറ്റ പദത്തിന് പോലും വ്യത്യാസം വരുത്താൻ പാടില്ലല്ലോ. അപ്പൊ പദത്തിൽ ചില അള്ളാഹുവിന്റെ റസൂല് ഇളവ് കൊടുത്തിരുന്നു അന്നൊക്കെ. കാരണം ആളുകൾക്ക് അവർ ശീലിച്ച ശൈലിയിൽ ഓതുന്നതിന് ഒരു അളവായിരുന്നു അന്ന് അവരെ ലുഗാത്തിൽ അവരുടെ സംസാര ശൈലിയിൽ ഖുർആൻ ഓതുക എന്നുള്ളത് അള്ളാഹുവിന്റെ റസൂല് കൊടുത്തിരുന്ന ഒരു ഇളവായിരുന്നു. ആ ഇളവിന് ഇനി ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് പിന്നീട് ആ ഇളവ് എടുത്തു കളഞ്ഞിരിക്കുന്നത് എന്നും
ഉലമാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായിരുന്നാലും എന്റെ ഓത്താണ് മറ്റേ ഓത്തിനേക്കാൾ ഖൈറ്. അങ്ങനെ വഹാദാ യകാദു യകൂന കുഫ്റൻ, ഇത് കുഫറിലേക്ക് വരെ എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫമാതറ നറ അൻ യജ്മഅ അന്നാസ് അലാ മുസ്ഹഫിൻ വാഹിദ്. അങ്ങനെയാണ് അദ്ദേഹം ആ വിഷയം പറയണ്ടായി. എന്ത് വല്ലാഹി ലൗ വല്ലൈതു ലഫഅൽതു മിസ്ലല്ലദി ഫഅല, ഞാനായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനത്തെങ്കിൽ അദ്ദേഹം ചെയ്തതുപോലെ ഞാൻ ചെയ്യുമായിരുന്നു. കാരണം അന്ന് ഫിത്നക്ക് പിന്നെ അടക്കം കെട്ടാനും അതുപോലെ തന്നെ അപ്പോ ഞാനായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനത്തെങ്കിൽ അദ്ദേഹം ചെയ്തതുപോലെ നോക്കുക കമ്മിറ്റി രൂപീകരിക്കുന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ക്രോഡീകരണത്തിന് കമ്മിറ്റി രൂപീകരിക്കുന്നു. അതായത് എത്ര ആളുകളായിരുന്നു ഈ പരിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ക്രോഡീകരിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടിരുന്ന കമ്മിറ്റി അംഗങ്ങൾ 5 ആളായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. ആരൊക്കെ? സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ 5 ആളായിരുന്നു ഒരു അഭിപ്രായം. വേറൊരു അഭിപ്രായം 12 പേരുണ്ടായിരുന്നു. ഖുറൈശികളിൽ നിന്നും അൻസാരികളിൽ നിന്നും 12 പേരുണ്ടായിരുന്നു വേറൊരു അഭിപ്രായം. വേറൊരു അഭിപ്രായത്തിൽ ചില ഹദീസിൽ കാണാം പിന്നെ സയ്യിദ് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു, സയ്യിദ് റളിയല്ലാഹു തആല അൻഹു എന്താകട്ടെ ഒരാള് ഇത് 12 ആളുകളിൽ നിന്ന് 5 ആളുകൾ അല്ലെങ്കിൽ പിന്നെ 4 ആൾ 5 ആളെന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഓരോരുത്തർക്കും വിവിധമായ ജോലികളാണ്. ഒരാൾ ഓതി കൊടുക്കുക, മറ്റാൾ എഴുതുക, ഒരാൾ ഈറാബ് ഇടുക തുടങ്ങിയതായിരിക്കുന്ന വിഷയങ്ങൾ ഓരോരുത്തരെ ഏൽപ്പിച്ചിരുന്നു. അതാ യുംലി സയ്യിദുൻ വയക്തുബ് സയ്യിദുൻ, സയ്യിദ് ഓതി കൊടുക്കട്ടെ, സയ്യിദ് എഴുതട്ടെ, ഇങ്ങനെയുള്ളതായിരിക്കുന്ന പിന്നെ വിഷയങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആരാണൊക്കെ നിർദ്ദേശം നൽകുന്നത്? ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. പക്ഷേ ജംഹൂറിന്റെ അഭിപ്രായത്തിൽ 4 പേരായിരുന്നു എന്നുള്ളതാണ്. ബലപ്പെട്ട കൂടുതൽ പേരും പറയും 4 പേര്. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു, സഅദ് ബിൻ ആസ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഹാരിസ് ബിൻ ഹിഷാം എന്നിവർ 3 ഖുറൈശികൾ. 3 ഖുറൈശികൾ. സെയ്ദ് റളിയല്ലാഹു തആല എന്തല്ല അൻസാരിയാണ്. ബാക്കിയുള്ള അബ്ദുല്ലാഹി ഇബ്നു സുബൈറും സഅദ് ബിൻ ആസും അബ്ദുറഹ്മാൻ ബിൻ ഹാരിസും ഇവർ 3 ഖുറൈശികൾ. അങ്ങനെ 4 പേരായിരുന്നു എന്നുള്ളതാണ് ഒരുപാട് ഉലമാക്കൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അപ്പം പിന്നെ ഓരോരുത്തരെ കൂടെ കുറിച്ച് പറയുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ആരായിരുന്നു? അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നുള്ള സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകളാണ്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരമകനാണ്. ആര് എന്ന് പറഞ്ഞാല് പിന്നെ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു. ഖുറൈശികളുടെ പിന്നെ പടനായകൻ, കുതിരപ്പടയാളി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നതാണ്. പ്രമുഖ പ്രാസംഗികരായിരുന്നു. ഹിജ്റയ്ക്ക് ശേഷം മദീനയിൽ ആദ്യം ജനിച്ചത് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. അറിയാലോ റസൂലുള്ളാഹിന്റെ തങ്ങള് തഹ്നീക്ക് ചെയ്തു കൊടുത്തതൊക്കെ, കാരൊക്കെ ചവച്ചും കൂടെ വായിൽ വെച്ചു കൊടുത്തതൊക്കെ അവർക്കാണ്. യസീദ് ബിൻ മുആവിയ എന്നിവർക്ക് ശേഷം ഹിജ്റ 64 അദ്ദേഹത്തെ ഖലീഫയായി ബൈഅത്ത് ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ പിന്നെ അധികാര കേന്ദ്രം മദീനയായിരുന്നു. 9 വർഷക്കാലം അദ്ദേഹം മദീനയിൽ ഖലീഫയായി ഭരിച്ചിരുന്നു. ആദ്യമായിട്ട് നാണയം പിന്നെ വട്ടത്തിൽ റൌണ്ടിൽ നാണയം അടിച്ചത് മഹാനവറുകളായിരുന്നു. മക്കയിൽ വെച്ചുകൊണ്ട് ഹജ്ജാജ് ബിൻ യൂസുഫ് സഖഫി എന്ന് പറയുന്ന അക്രമിയായ ഭരണാധികാരിയും ഇദ്ദേഹത്തിനിടയിൽ നടന്ന അതിശക്തമായ യുദ്ധത്തിനൊടുവിൽ അവസാനം മക്കയിൽ വെച്ചുകൊണ്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു ഷഹീദായി. ഇന്ന് ഹിജ്റ 73-ാമത്തെ വർഷം ജമാദിൽ ഊലയിൽ. അത് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ. അപ്പൊ എന്തായി? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ല ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിയോഗിച്ചവരിൽ ഒരാളാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ. അവരുടെ ചരിത്രമാണ്. രണ്ടാമത് സഅദ് ബിൻ ആസ്. സഅദ് ബിൻ ആസ് എന്നത് ആരെ മകനാണ്? അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേര് തന്നെയാണ് ആസ് എന്ന് പറഞ്ഞാൽ അവര് പിന്നെ സഅദ് ബിൻ സഅദ് ബിൻ ആസ് ബിൻ ഉമയ്യത്തുൽ അമവിയിൽ ഖുറശിയാണ്. പിന്നെ അദ്ദേഹം സഹാബിയായിരുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തെർബിയത്തിൽ വളർന്നു വന്ന സഹാബിയായിരുന്നു ആര്? സഅദ് ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു കൂഫയുടെ ഭരണാധികാരി അദ്ദേഹത്തെ നിയമിച്ചിരുന്നു. അദ്ദേഹം യുവാവായിക്കൊണ്ടിരിക്കെ തന്നെ കൂഫയിലെ ഗവർണറായിട്ട്. പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പിന്നെ അദ്ദേഹത്തെ എങ്ങോട്ട് ക്ഷണിച്ചു? മദീനയിലേക്ക് തന്നെ ക്ഷണിച്ചു. ഉസ്മാൻ റളിയല്ലാഹു തആലയെതിരിൽ പിന്നെ ഇവിടെ ഈ മിസ്റിൽ നിന്നും അതുപോലെ തന്നെ ഇറാഖിൽ നിന്നും ഷാമിൽ നിന്നുമൊക്കെ വിപ്ലവകാരികൾ വന്നപ്പോൾ മദീനയിലേക്ക് തന്നെ തിരിച്ചു വിളിച്ചു. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഷഹീദാവുന്നത് വരെ അദ്ദേഹത്തിന് വേണ്ടി പോരാടിയതായിരിക്കുന്ന മഹാനായിരുന്നു സയ്യിദ് റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ അനന്തരം മക്കയിലേക്ക് പുറപ്പെടുകയും അവിടെ പിന്നെ താമസിക്കുകയും ചെയ്ത് മുആവിയ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏൽക്കുന്നത് വരെ. അങ്ങനെ മുആവിയ റളിയല്ലാഹു തആല അൻഹു
മദീനയിലെ ഗവർണർ സ്ഥാനം ആർക്ക് കൊടുത്ത്? സയ്യിദ് ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു കൊടുത്തു. അങ്ങനെ അവർ വഫാത്താവുന്നതുവരെ ഹിജറ 59 വഫാത്താവുന്നതുവരെ മദീനയുടെ ഗവർണറായി തന്നെയാണ് ഉണ്ടായിരുന്നത്. ബദറിന് മുമ്പ് അദ്ദേഹം ബദർ യുദ്ധത്തിന് മുമ്പാണ് അദ്ദേഹം ജനിച്ചത്. തുബുർസ്ഥാൻ തുടങ്ങിയതായിരിക്കുന്ന രാജ്യങ്ങളൊക്കെ ജയിച്ചടക്കിയതായിരിക്കുന്ന പട്ടാള മേധാവിയും കൂടിയായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് മുസ്ഹഫ് എഴുതി കൊടുത്തവരിൽ ഒരാളുമാണ് അദ്ദേഹം. കവിയൻ ഫീ തജബ്ബുറുൻ വശിദ്ദത്തുൻ സഖിയൻ ഫസിഹൻ ആഖിലൻ ഹലീബൻ, ബുദ്ധിമാനും സഹനശക്തിയുള്ളവരും സാഹിത്യകാരനും ധർമ്മിഷ്ഠനും നല്ല ഒരു അല്പമൊക്കെ നല്ല ആരോഗ്യവാൻ നല്ല ശക്തനുമായിരുന്നു. ജബൽ യുദ്ധത്തിലും സിഫീൻ യുദ്ധത്തിലും പങ്കെടുക്കാതെ അദ്ദേഹം മാറി നിന്നു. അദ്ദേഹത്തിന്റെ ശബ്ദം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തിനോട് തുല്യതയുള്ള ശബ്ദമായിരുന്നു. അതാണ് രണ്ടാമത്തെ കമ്മിറ്റി അംഗത്തിന്റെ, അതായത് സയ്യിദ് ബിൻ ആസ് റളിയല്ലാഹു അൻഹു ചെറിയ ചരിത്രം. മൂന്നാമത് അബ്ദുറഹ്മാൻ ബിൻ ഹാരിസ് എന്നവരാ മൂന്നാമത്തെ ആള്. ആരാണവര്? അദ്ദേഹം ഖുറൈശിയാണ്. അബൂ മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹു തആലാന്റെ മരുമകനാണ്. ഉമർ റളിയല്ലാഹു തആല തന്റെ മാതാവിനെ കല്യാണം കഴിച്ചിട്ടുണ്ട്. തന്റെ പിതാവ് ഇബ്നുൽ ഹാരിസ് വഫാത്തായപ്പോൾ അംവാസ് എന്ന് പറയുന്ന ആ ഷാമിലുണ്ടായ വലിയ ഒരു പ്ലേഗ് രോഗമുണ്ട്. ഷാമിൽ മൊത്തം പടർന്നു പിടിച്ച പ്ലേഗ് രോഗം, താവൂൻ അംവാസ് എന്നാ പറയുന്നത്. അതിൽ അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ഉമ്മായെ ആര് വിവാഹം കഴിച്ചു? ഉമർ റളിയല്ലാഹു തആല വിവാഹം കഴിച്ചിട്ടുണ്ട്. അങ്ങനെ അതാണ് ഉമർ റളിയല്ലാഹു തആലാവിന്റെ ശിക്ഷണത്തിലാണ് ആര് വളർന്നു വന്നത്? ബഹുമാനപ്പെട്ട ഈ അബ്ദുറഹ്മാൻ ബിൻ ഹാരിസ് എന്നവർ വളർന്നു വന്നിരിക്കുന്നത്. അദ്ദേഹം പ്രമുഖ താബി പണ്ഡിതനാണ്. റസൂലുള്ളാഹിന്റെ കാലത്ത് ജനിച്ചെങ്കിലും റസൂലുള്ളാഹിനൊക്കെ ഒന്ന് കേട്ടിട്ടില്ല. താബിയാണ് അദ്ദേഹം കേട്ടോ. റസൂലുള്ളാഹിന്റെ കാലത്ത് ജനിച്ചിട്ടുണ്ടെങ്കിലും എന്തല്ല, റസൂലുള്ളാഹിനെ കാണാനും കേൾക്കാനും കഴിഞ്ഞിട്ടില്ല. ഉസ്മാൻ റളിയല്ലാഹു തആലാന്റെ ഖുർആൻ പകർത്തിയതിൽ നിന്ന് ഉസ്മാൻ റളിയല്ലാഹു നിയോഗിച്ചവർ 4ൽപ്പെട്ട ഒരാളായിരുന്നു. അത് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. അപ്പൊ അറിയപ്പെട്ടതായിരിക്കുന്ന 7 ഓത്തുകളിൽപ്പെട്ട അബൂബക്കർ എന്നവർ അദ്ദേഹത്തിന്റെ മകനാണ്. മദീനയിൽ വെച്ചുകൊണ്ട് ഹിജറ 43 അദ്ദേഹം വഫാത്തായി. അങ്ങനെ ഈ 3 പേര് മനസ്സിലായില്ലേ. മറ്റുള്ള ഉസ്മാൻ റളിയല്ലാഹു സയ്യിദ് സാബിത്ത് റളിയല്ലാഹുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഹൗലായിൽ അർബഅത്തുല്ലദീന ഹും കൗവന ഉസ്മാൻ ലജ്നതൻ മിൻഹും. അപ്പൊ ഈ 4 പേരെ കൊണ്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി അവരിൽ നിന്ന് മുസ്ഹഫ് പകർത്തിയതായ ആ ഉത്തരവാദിത്തം അവരെ ഏൽപ്പിച്ചു. ഇബ്നു ഹജർ റളിയല്ലാഹു തആല പറയുന്നു, കാന ദാലിക ഫി അവാഖിരി സനത 24 വ അവായിലി സനത 25. 24ന്റെ അവസാനത്തിലും 25ന്റെ തുടക്കത്തിലുമായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഈ ഒരു കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ട് ഖുർആൻ പകർത്തിയതാനും കൊണ്ട് നിർദ്ദേശം നൽകിയത്. അതാണ് കാരണം. അന്നാണ് അർമീനിയ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചരിത്രകാരന്മാര് രേഖപ്പെടുത്തിയ താരീഖ് ഡേറ്റ് അതാണ്. അതായത് ഹിജറ 24ന്റെ അവസാനത്തിലും 25ന്റെ തുടക്കത്തിലുമായിരുന്നു ഈ ഒരു ഉദ്യമത്തിന് മഹാനവറുകൾ സഹാബത്തിനെ നിയോഗിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെയൊക്കെയാണ് ബഹുമാനപ്പെട്ടവരുടെ കാലത്ത് ഈ മുസ്ഹഫ് ക്രോഡീകരിച്ചതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ഉസ്മാൻ റളിയല്ലാഹു തആല ആരിലേക്ക് പറഞ്ഞയച്ചു? ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു തആല യോദ്ധാക്കള് സഹാബികളും താബികളും പരിശുദ്ധ ഖുർആന്റെ ഓതുന്നതിൽ വന്ന അഭിപ്രായ വ്യത്യാസം അത് വലിയൊരു കുഴപ്പത്തിലേക്ക് എത്തുമോ എന്ന് ഭയന്നുകൊണ്ട് ഇടക്ക് വെച്ചുകൊണ്ട് അർമീനിയ യുദ്ധം നടക്കുന്നതിന്റെ ഇടക്കാലത്ത് വെച്ച് തന്നെ മഹാനവറുകൾ മദീനയിലേക്ക് വരികയും കാര്യത്തിന്റെ ഗൗരവം മഹാനവറുകൾ ബോധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സ റളിയല്ലാഹു തആലാന്റെ വീട്ടിലേക്ക് ആളെ വിടുകയും അങ്ങനെ അവിടെ സൂക്ഷിച്ചിരുന്ന ഖുർആന്റെ ഏടുകൾ വരുത്തുകയും ചെയ്തു. അങ്ങനെ അവിടെ വെച്ചുകൊണ്ട് മറ്റു സഹാബത്തിനെ വിളിച്ചു വരുത്തി. മറ്റു സഹാബത്തിനെയൊക്കെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ നാം എന്ത് തീരുമാനമെടുക്കണമെന്നുള്ളതായ ഒരു കൂടിയാലോചന അവിടെ വെച്ച് നടത്തുകയുണ്ടായി. അവസാനം അവർ എത്തിച്ച തീരുമാനം എന്താണ്? ഇപ്പോൾ ഉള്ളതായിരിക്കുന്ന മുസ്ഹഫ് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് ഒരുമിച്ച് കൂട്ടിയതായ ക്രോഡീകരിച്ച മുസ്ഹഫ് അതിൽ നിന്ന് കോപ്പി എടുത്ത് ആ ഒരു കോപ്പി അടിസ്ഥാന കോപ്പിയായി പരിഗണിച്ച്, അടിസ്ഥാന സ്രോതസ്സായി പരിഗണിച്ച് അതിൽ നിന്ന് മാത്രം കോപ്പി എടുക്കുക. മറ്റ് ഖുർആത്ത് മറ്റ് മുസ്ഹഫുകളും കാര്യങ്ങളൊക്കെ ദുർബലമാക്കുക. ഈ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ക്രോഡീകരിച്ച മുസ്ഹഫ് മാത്രം അടിസ്ഥാനപ്പെടുത്തി അതിൽ നിന്നായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, മറ്റുള്ള കോപ്പികളൊക്കെ പകർത്തെടുക്കേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് വതസല്ലമത്തുൽ ലജ്നത്തു, ഈ കമ്മിറ്റി ഈ ഏടുകൾ ഏറ്റെടുത്തു. വഅതബറത്തുൽ മസ്ദറൽ അസാസ ഫീ ഹാദൽ ഖത്ബിൽ ജലീൽ, ഈ മഹത്തായ വളരെ ഗൗരവമേറിയതായിരിക്കുന്ന ഈ കാര്യത്തിൽ അടിസ്ഥാന രേഖയായിട്ട്
ഹഫ്സാബിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പരിശുദ്ധ ഖുർആന്റെ ഏടുകൾ പരിഗണിക്കപ്പെട്ടു. അങ്ങനെ അത് പകർപ്പെടുക്കാൻ തുടങ്ങി. ബഹുമാനപ്പെട്ടവരെ വരച്ചു കൊടുത്ത ആ ദസ്തൂർ അനുസരിച്ചുകൊണ്ട് മഹാനവർ പറഞ്ഞു, 3 ഖുറൈശികളാണല്ലോ പറഞ്ഞത്, 3 ഖുറൈശിയും ഒരു മദനിയും. എന്താ ആരൊക്കെ 3 ഖുറൈശികൾ? ഒന്ന് സെയ്ദ് ബിൻ അബ്ദുള്ള പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഹാരിസ് മുഹമ്മദ് ബിൻ ഹാരിസ് എന്ന് പറയും. അതുപോലെ തന്നെ അബ്ദുല്ലാ ബിൻ സുബൈർ തുടങ്ങിയ 3 സഹാബികൾ. അവരോട് പറഞ്ഞു, ഇദഖ്തലഫ്തും അൻതും വസൈദുൻ ഫീ ശൈഇൻ മിനൽ ഖുർആനി ഫക്തുബൂഹു ബിലിസാനി ഖുറൈശിൻ ഫഇന്നമാ നസല ബിലിസാനിഹിം. നിങ്ങൾ 3 ഖുറൈശികളും ഒരു അൻസാരിയും നിങ്ങൾ പരസ്പരം ഒരു കലിമത്ത് എഴുതുന്നതിൽ ഭിന്നിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് എഴുതേണ്ടത്? അത് മദീനക്കാരുടെ ഭാഷയിലാണോ, മദീനക്കാരുടെ ലോകത്തിലാണോ എഴുതേണ്ടത്? അതല്ല പിന്നെ അത് ഖുറൈശികളുടെ ലോകത്തിലാണോ എഴുതേണ്ടത് എന്നുള്ള വിഷയത്തിൽ നിങ്ങൾക്ക് അഭിപ്രായം തന്നാൽ എന്നെ അറിയിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? അതോടെ ഫക്തുബൂഹു ബിലിസാൻ ഖുറൈശികളുടെ പിന്നെ സംസാര ശൈലി അനുസരിച്ചിട്ടായിരിക്കണം നിങ്ങൾ അതിൽ എഴുതേണ്ടത്. കാരണം ഫൈനമാ നസല ബിലിസാനിഹിം, ഖുറൈശികളുടെ ഭാഷ അനുസരിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയിരിക്കുന്നത്. തുർമിദിൽ ഹദീസ് കാണാം, ഖാല സുഹരി ഫഖ്തലഫു യൗമഇദിൻ ഫി താബൂതി വത്താബൂഹ്. കണ്ടോ, അങ്ങനെ പിന്നെ എന്തായി, ഒരു ഖുർആൻ പകർത്തി എഴുതാൻ തുടങ്ങി. ഒരാൾ ഓതി വായിച്ചു കൊടുക്കും, മറ്റൊരാൾ എഴുതും, മറ്റൊരാൾ ഹർക്കത്തിടും. ഇങ്ങനെയുള്ള രൂപത്തിലായിട്ട് ഇങ്ങനെ എന്ത് ചെയ്ത് അതിങ്ങനെ പകർത്തി എഴുതാൻ തുടങ്ങി. അങ്ങനെ അവർ താബൂഹ് എന്നാണോ എഴുതേണ്ടത് എന്നുള്ള വിഷയത്തിൽ ഒരിക്കൽ ഭിന്നത പിന്നെ ആയപ്പോൾ ഫഖാല അൽ ഖുറൈശിയൂന, ഈ 3 ഖുറൈശികളാ 3 സഹാബത്തുണ്ടല്ലോ, ഈ 3 പേര് അവരെന്ത് ചെയ്ത്, അവര് പറഞ്ഞ് താബൂത്ത് എന്നാണ് ഏതാണ്ട് സയ്യിദ് ബിൻ ആസ് എന്നവരും അബ്ദുല്ലാഹിബിൻ സുബൈർ എന്നവരും അബ്ദുറഹ്മാൻ ബിൻ ഹാരിസ് എന്നവരും അല്ലെ, ഇവരാണല്ലോ അപ്പത്. അപ്പൊ അവര് പറഞ്ഞ് താബൂത്ത് എന്നാണ് എഴുതേണ്ടത് എന്നാണ്. പരിശുദ്ധ ഖുർആനിൽ താബൂഹ് എന്നൊരു പ്രയോഗം ഉണ്ട്. അങ്ങനെ താബൂത്ത് എന്ന് ഖുറൈശികൾ പറയുന്നത് താബൂത്ത് എന്നാണ്. അപ്പൊ അതിൽ വ്യത്യാസമായപ്പോൾ ഖുറൈശികൾ പറഞ്ഞു താബൂത്ത് എന്നാണ് എഴുതേണ്ടത്. വഖാലി സെയ്ദുറഹ്മാൻ പറഞ്ഞ് താബൂഹ് എന്നാണ് എഴുതേണ്ടത്. അങ്ങനെ വ്യത്യാസം ഫറുഫിയ ഇഖ്തിലാഫു മിലാ ഉസ്മാൻ. അപ്പൊ ഈ അഭിപ്രായ വ്യത്യാസം ആരിലേക്ക് പിന്നെ അറിയിച്ചു? ഉസ്മാൻ റളിയല്ലാഹുവിലേക്ക് ഈ വിഷയം ഇങ്ങനത്തെ ഇതിൽ എങ്ങനെ എഴുതേണ്ടത് എന്നുള്ള വിഷയത്തിൽ ഉസ്മാൻ റളിയല്ലാഹു തആലയുടെ അഭിപ്രായം ആരാഞ്ഞു. മഹാനവർ പറഞ്ഞു, ഉക്തുബുഹു താബൂത്ത് നിങ്ങൾ എഴുതണം, ഫൈൻഹു നസല ബിലിസാനി ഖുറൈശ്. കാരണം എന്തുകൊണ്ട്? പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയിരിക്കുന്നത് ഖുറൈശിയുടെ ഭാഷ അനുസരിച്ചുകൊണ്ടാണ്. അപ്പൊ എങ്ങനെയൊക്കെയായിരുന്നു അവര്? അപ്പൊ ഇങ്ങനെയായിരുന്നു അവരെഴുതുന്നതിന്റെ രീതി. വകാന മാ ദുക്റ മിൻ മൻഹജിഹിം ഔ അന്നഹും കാന ലാ യക്തുബൂന ശൈഅൻ ഫി ഹാദിഹിൽ മസാഹിഫ് ഇല്ലാ ബഅദ മാ യതഹഖഖൂന മിൻഹു അന്നഹു ഖുർആനും മത്ലൂബുൻ വഗൈറു മൻസൂഖ്. അവര് ഈ പിന്നെ പകർത്തി എഴുതുന്ന മുസ്ഹഫിൽ ഒന്നിനെ എഴുതൂല, ഓല് ശരിക്കും ഉറപ്പുവരുത്തിയിട്ടല്ല. അതായത് ഇത് ഇന്ന് ഹൃദയസ്ഥമുള്ളതും എല്ലാവരും കാണാതെ ഖുർആൻ എന്നുള്ളതിലേക്ക് ഓതി വരുന്നതും ഖുർആനാണെന്ന് ഉറപ്പാക്കപ്പെട്ടതും ആണ് എന്ന് ഉറപ്പുവരുത്തതിന് ശേഷമല്ലാതെ ഒരക്ഷരം പോലെ അവർ എഴുതിയിരുന്നില്ല. മാത്രമല്ല അത് മൻസൂഖ് അല്ല എന്നും കൂടി അവർ ഉറപ്പുവരുത്തിയതിനു ശേഷമായിരുന്നത്. അതായത് ഇതിന്റെ ഓത്ത് ദുർബലപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പു വന്നതിന് ശേഷം മാത്രമായിരുന്നു ഈ പകർത്തി എഴുത്തുണ്ടായിരുന്നത്. വദാലിക ബിഅർളി അലാ ഹംലത്തി മിൻ ഖുറായി സഹാബത്തി. അതങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഹാഫിളുകളായ സഹാബത്തുണ്ടല്ലോ, അവരെ അതെന്ത് ചെയ്യും, അവരെ കൊണ്ട് കാണിച്ചു കൊടുക്കും. അവർക്കത് കാണിച്ചു കൊടുത്തിട്ട് ഈ ആയത്ത് മൻസൂഖ് അല്ല, അത് ഖുർആനാണ് എന്ന് അവരുടെയും കൂടി സാക്ഷ്യം ലഭിച്ചതിന് ശേഷമായിരുന്നു അവർ ഖുർആൻ പകർത്തിയിരുന്നത്. അമ്മാലോ സബത്തനിക്ക് തറക്കൂ, ഏതെങ്കിലും ആയത്തുകളൊക്കെ മൻസൂഖായിട്ടുണ്ട്, ഓത്ത് മൻസൂഖായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിനെ അവർ വിട്ടുകളഞ്ഞിരുന്നു. വഹുവല്ലദി യുസമ്മല്യോമ അബി അൽ ഖിറാഅത്ത് ഷാദ. ഖിറാഅത്തു ഷാദത്ത് എന്നുള്ള ഒരു ഖിറാഅത്തുണ്ട് അല്ലെ, ഷാദാ ഖിറാഅത്തുകൾ എന്ന് കേൾക്കാം അല്ലെ. ആ ഷാദാ ഖിറാഅത്തുകൾ എന്ന് പറയപ്പെടുന്ന ഏതാണ്? അങ്ങനെ മൻസൂഖ എന്ന രൂപത്തിൽ അവർ ഒഴിവാക്കിയതായിരിക്കുന്ന ഓത്തുകൾക്കാണ് ഷാദാ ഖിറാഅത്ത് എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെ അവരെന്തൊരു ഈ കമ്മിറ്റി പിന്നെ മുസ്ഹഫ് പകർത്താൻ തുടങ്ങി. ഏത് രൂപത്തിൽ? ഈ പറഞ്ഞ രൂപത്തിൽ ജറദുൽ മുസ്ഹഫ കുല്ലഹ മിനൻ നുഖതി വശക്ലി മിൻ അവലിഹ ഇല ആഖിരിഹ. മുസ്ഹഫ് മുഴുവനും പുള്ളിയും ഹർക്കത്തും ഒന്നും ഇടാതായിട്ട് എഴുതി. കേട്ടങ്ങള് ഉസ്മാൻ റളിയല്ലാഹു തആലാന്റെ മുസ്ഹഫിൽ എന്ത് കാണൂല? പുള്ളി കാണൂല, ഹർക്കത്തും കാണൂല. അൽഫും പിന്നെ കസറും ഫത്തവും കസറും ഒമ്മും സുക്കൂനൊന്നും അതിൽ കാണൂല. ഉസ്മാൻ റളിയല്ലാഹുവിനെ പകർത്തിയതായിരിക്കുന്ന മുസ്ഹഫിൽ കടക്കാട് ഒഴിവാക്കി. ജർദുൽ മസാഹിഫ കുല്ലഹ, എല്ലാ മുസ്ഹഫുകളെയും മിനൻ നുഖതി പുള്ളികളിൽ നിന്നും
അതുപോലെ തന്നെ ഷക്കിലി ഹർക്കത്തുകളിൽ നിന്നും നവ്വലിയ ഇല ആഖിരിയ ആദ്യം മുതൽ അവസാനം വരെ ഹർക്കത്തും പുള്ളിക്കുള്ളക്കാട് ഒഴിവാക്കി. വഹദു റസ്മ അവരതിന്റെ എഴുത്തിനെ അവര് ഏകീകരിപ്പിച്ചു. എങ്ങനെ അതിനൊരു പ്രത്യേക രൂപമുണ്ട് അവർ എഴുതിയതിന്റെ. ഉദാഹരണം പറയാ, ചില കെലിമത്തുകൾ, ആ കെലിമത്ത് ഒരു രൂപത്തിൽ മാത്രമേ ഓതുകയുള്ളൂ. ഇയ്യാക്കൻ ആബദ് വയ്യാക്കൻ നസ്തഈൻ, അവിടെ രണ്ട് ഓത്തില്ലല്ലോ, രണ്ട് ഓത്തിൽ അങ്ങനെ തന്നെ ഇയ്യാക്കൻ ആബദ് വയ്യാക്കൻ നസ്തഈൻ അങ്ങനെ തന്നെയാണ് സൂറത്തുൽ ഫാത്തിഹയിൽ 5-ാമത്തെ ആയത്ത്. അങ്ങനെയുള്ള കലിമത്തുകൾ. അതുപോലെ തന്നെ ചില കലിമത്തുകൾ അത് ഒന്നിലധികം രീതിയിൽ ഒരു ശൈലിയിൽ ഓതപ്പെടാറുണ്ട്. പക്ഷെ എഴുത്തെന്തായിരിക്കും? ഒറ്റ രീതിയിലായിരിക്കും ഓതുന്നത് പിന്നെ പല രീതിയിൽ, എഴുത്ത് ഒരു രീതിയിൽ. അപ്പോ പിന്നെ അങ്ങനെയുള്ളത് എന്ത് ചെയ്തു അവര്? അങ്ങനെയുള്ളത് ഒരു ഹർക്കത്തും ഒരു പിന്നെ പുള്ളിയൊന്നും ഇടാതെ തന്നെ ആ രൂപത്തിൽ വെച്ചു. ഉദാഹരണം പറയാം, നമ്മള് പിന്നെ യക്ദിബൂന എന്നുള്ളതുണ്ട് കേട്ടോ. യക്ദിബൂന എന്നുള്ളത് ചിലതാണ് യുക്കദീബൂന എന്നുള്ളതുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ യുക്കദീബൂന എന്നുണ്ടാവും, അല്ലെങ്കിൽ യക്ദിബൂന എന്നുണ്ടാവും. ചില ഓത്തുകൾ യക്ദിബൂന എന്നുള്ളത്. യക്ദിബൂന എന്നുള്ള ഓത്ത് ഷെദ് കൊണ്ടും പറയാം, ഷെദ്ദില്ലാതെയും പറയാം. യുക്കദീബൂന എന്ന് പറയാം, യക്ദിബൂന എന്ന് ഓത്തുണ്ട്. അതുപോലെ ഫതബയ്യനു എന്നുള്ളത് കാണാം. ഫതബയ്യനു എന്നുള്ളത് എങ്ങനെയുണ്ട് ഓത്ത്? ഓരോ ഓത്ത് തബയ്യനു എന്നുള്ളത് കാണാം. അതുപോലെ തന്നെ തസബ്ബത്തു എന്നും കാണാം. ചില ഓത്തിൽ തബയ്യനു കാണാം, ചില ഓത്തിൽ തസബ്ബത്തു എന്നും കാണാം. അപ്പോ അതുപോലെ തന്നെ നുൻഷിറുഹ എന്നുള്ളത് ചില ഓത്തിലുണ്ട്, നുൻഷിസുഹ എന്ന് ചില ഓത്തിലും കാണാം. അപ്പൊ ഇങ്ങനെയുള്ളതായിരിക്കുന്ന വിവിധ രൂപത്തിൽ ഓതപ്പെടുന്നതിന് എന്ത് ചെയ്ത അവര് അതൊക്കെ ഒരൊറ്റ രീതിയിൽ എഴുത്തൊക്കെ ഒരു രീതിയിലാക്കി. എഴുത്ത് അത് എല്ലാ രൂപത്തിലും വായിക്കുന്ന രൂപത്തിൽ, എല്ലാ രീതിയിലും വായിക്കാൻ പറ്റുന്ന രൂപത്തിൽ. അപ്പൊ എന്താണ് ഹർക്കത്ത് മുള്ളിയാടെ ഒഴിവാക്കി. ഇപ്പൊ തബയ്യനു എന്നുള്ളടത്ത് അതിന്റെ ഹർക്കത്ത് കട പോക്കിയാൽ എന്തായി? അത് തസബ്ബത്തൊന്നും വായിക്കുക, തബയ്യനൊന്നും വായിക്കുക. അപ്പൊ തസബ്ബത്തൊന്ന് വായിച്ച് ശീലിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഓതാന്ന രൂപത്തിൽ അങ്ങനെ ഓതാം. അത് പിന്നെ തബയ്യനു ഒന്ന് ഓതുന്നവർക്ക് അങ്ങനെയും ഓതാം. അപ്പൊ യുക്കദീബൂന എന്നുള്ളത് ഇവിടെ നോക്കണ്ടോ ഉണ്ടോ? യുക്കദീബൂന എന്നുള്ളത് യായിന്റെ പുള്ളി ഒഴിവാക്കി, ദാലിന്റെ പുള്ളി ഒഴിവാക്കി, ബായിന്റെ പുള്ളി ഒഴിവാക്കി. അപ്പൊ യുക്കദീബൂന എന്ന് ഓതാ, യക്ദീബൂന എന്ന് ഓതാ. മനസ്സിലായില്ലേ? അപ്പൊ ഈ രണ്ട് രൂപത്തിൽ ഓതുന്ന സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ ഒന്നിലധികം രീതിയിൽ ഓതപ്പെടുന്ന കലിമത്തുകളെ ഹർക്കത്ത് പുള്ളിക്ക് ഒഴിവാക്കിയിട്ടിട്ട് അങ്ങനെ എഴുതി. പിന്നെ മറ്റെന്താണ്, പല രീതിയിൽ ഓതുന്ന വേറെ ചില കലിമത്തുകളുണ്ട്. പക്ഷെ എഴുതുന്നതും അത് ഒരൊറ്റ രൂപത്തിൽ മാത്രമായിരിക്കും. ഉദാഹരണം പറയാ, മലിക്ക് എന്നുള്ളത് അർത്ഥവ്യത്യാസം ഉണ്ടാവുക. അർത്ഥവ്യത്യാസം കാര്യം മറ്റൊന്നും ഉണ്ടാവില്ല. മലിക്ക് യോമദ്ദീനും മാലിക്ക് യോമദ്ദീനും ഒക്കെ രണ്ട് വ്യത്യസ്ത ഓത്താണെങ്കിലും പക്ഷെ എന്തല്ല അത് അതെന്തല്ല അർത്ഥവ്യത്യാസങ്ങളൊന്നുമില്ല. മനസ്സിലായില്ലേ? അർത്ഥവ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെ കുറഞ്ഞൊരു മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷെ ആശയങ്ങളൊക്കെ ഒന്ന് തന്നെ ആയിരിക്കും. അതിന് മുത്രാദിഫായിരിക്കും എന്നർത്ഥം. അപ്പൊ ചിലത് മലിക്ക് എന്നുള്ളത് പോലെ, മലിക്ക് എന്നുള്ളത് വിവിധ രൂപത്തിൽ ഓതപ്പെടുന്നതാണ്. അലിഫിനെ കൊടുത്തുകൊണ്ട് ഓതാം, അലിഫ് ഇല്ലാതെയും ഓതാം. മനസ്സിലായില്ലേ? അങ്ങനെ ഓതുന്നുണ്ട്. അതുപോലെ അള്ളാഹു അർറഹ്മാനു അൽ ആലമീന എന്നുള്ളതൊക്കെ അല്ലെ. അർറഹ്മാൻ എന്നുള്ളത് സൂറത്തുൽ റസ്മുൽ ഉസ്മാനിൽ എങ്ങനെ കാണുക? അർറഹ്മാൻ എന്നുള്ളിടത്ത് മീമിന്റെ ശേഷം അലിഫ് കാണുമോ? മീമിന്റെ ശേഷം അലിഫ് കാണില്ല. അർറഹ്മാൻ എന്നുള്ളിടത്ത് അല്ലെ റസ്മുൽ ഉസ്മാനിൽ അർറഹ്മാനിന്റെ ശേഷം മീമിന്റെ ശേഷം അലിഫ് കാണുമോ? റഹ്മാൻ നീട്ടാന് കണ്ടു സഹോദരന്മാരെ? ഇല്ല. ആണോ? അങ്ങനെ എന്താകാം? അർറഹ്മാൻ അവിടെ എഴുതി കാണിച്ചമാരില്ല. അർറഹ്മാൻ. അതേമാതിരി അൽ ആലമീന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആലമീന എന്നുള്ളിടത്ത് എന്താണ്? അവിടെ ആല എന്നുള്ള അതിന്റെ ശേഷം അലിഫ് കൊടുക്കില്ല, ഇല്ലാതെ ഉള്ളത്. അള്ളാഹ് എന്നുള്ളിടത്തും അതങ്ങനെ തന്നെ. ഇതിലൊക്കെ എന്താണ്? ഇത്തരം കലിമത്തുകളിലൊക്കെ എന്താക്കുവാനോ അതിലൊക്കെ ഒരേ മാതിരി എഴുത്ത് അങ്ങനെ തന്നെ ഇട്ടക്കാൻ വ്യത്യസ്തമായ ഒരു രൂപത്തിൽ എഴുതണ്ട. ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇയ്യാക്കൻ ആബദ് വയ്യാക്കൻ നസ്തഈൻ പോലെയുള്ളത്, യുക്കദീബൂന എന്നുള്ളത്, അർറഹ്മാൻ എന്നുള്ളത്, അൽ ആലമീന എന്നുള്ളത്, നുൻഷിസുഹാൻ, അത് എഴുത്തൊക്കെ ഒരേ രീതിയിൽ, എഴുത്തിന്റെ ശൈലിയൊക്കെ റസ്മൊക്കെ ഒരൊറ്റ രൂപത്തിലാക്കുക, വ്യത്യാസപ്പെടുത്താതെ ആ ഒരു രീതിയാണ്. ഇനി എന്താണ്? അമ്മൽ കലിമാത്തുല്ലത്തി ലാ യദുല്ലു റസ്മുഹു അലാ അക്സറ മിൻ ഖിറാഅത്തിൻ. അത് അപ്പൊ എന്തായി? ഇത് അർറഹ്മാൻ എന്നുള്ളത്, അതുപോലെ തന്നെ മലിക്കി എന്നുള്ളത് മാലിക്കിയായിട്ട് ഓതാം. വേണമെങ്കിൽ ഒരാൾക്ക് മലിക്കിയായിട്ട് ഓതാം. അർറഹ്മാൻ എന്നുള്ളത് എഴുതിയാലും അത് രണ്ട് രൂപത്തില് അതുപോലെ നുൻഷിറുഹ എന്നുള്ളത് അർക്കത്തെ മുള്ളിക്ക് ഒഴിവാക്കിയ നുൻഷിറുഹാന്നും ഓതാം, നുൻഷിസുഹാന്നും ഓതാം. അങ്ങനെ ഓതുന്നത് ആ എഴുത്തൊന്നു മാത്രമാക്കിയത്. കാരണം എന്തുകൊണ്ട്? അതിനകത്ത് ആ ഒരൊറ്റ എഴുത്തിനെ തന്നെ വിവിധ രൂപത്തിൽ ഓതാൻ സാധിക്കുന്നത് കൊണ്ട് എഴുത്ത് ഒന്നിലാക്കാം. ചിലതുണ്ട് എന്ത് പറ്റൂല, അത് എഴുതിയാൽ അതൊന്നിലധികം ഓത്തുണ്ട് എന്ന് അത് അറിയിക്കൂല. ചില ആയത്തുകൾ അത് എഴുതിക്കാനുണ്ടെങ്കിൽ
പിന്നെ ആ എഴുത്തുകൊണ്ട് ഒന്നിലധികം രൂപത്തിൽ ഓതാൻ സാധിക്കാത്ത വരുന്നത് ആ ചില കലിമത്തുകളുണ്ട്. അതൊക്കെ എങ്ങനെ ഓതും? അതൊക്കെ എന്തായും ഒന്നിൽ ഒരു മുസാഫ് ഒരു കോപ്പിയിൽ ഒരു ഖിറാത്ത് ഉണ്ടാവും, മറ്റൊരു കോപ്പിയിൽ വേറെ ഖിറാത്തും കൊടുക്കും. അപ്പൊ എന്തായി ഈ രണ്ട് ഖിറാത്ത് രണ്ട് കോപ്പിയിലായി വരികയും ചെയ്യും. അതാ ഫൈൻഹും കാനു യർസുമൂനഹാ ഫീ ബഅദിൽ മസാഹിഫി ബിറസ്മി യദുല്ലു അലാ ഖിറാത്തിൻ. ചില മുസാഫിൽ ഒരു രീതിയിലുള്ള ഓത്ത് അറിയിക്കുന്ന രൂപത്തിൽ ഒരു ചില മുസാഫിൽ എഴുതും. ഫീ ബഅദിൻ ആഖറ ബിറസ്മിൻ ആഖറ, മറ്റു ചിലതിൽ വേറെ രൂപത്തിലും എഴുതും. അലാ ഖിറാത്ത് വേറെ ഖിറാത്ത് അനുസരിച്ച് നമുക്ക് ഖിറാത്ത് വസ്സ ഉണ്ടോ, വസ്സ എന്നുള്ള ഓത്ത് പോലെ തളഈഫി വസ എന്നുള്ള ഓത്ത് പോലെ, ഔസ എന്നുള്ളതുപോലെ ഹംസ കൊണ്ടാണ്. വസ എന്ന് കാണാൻ ചില ഒരു കോപ്പിയിൽ വസ എന്ന് എഴുതിയിട്ടുണ്ട്, മറ്റൊരു കോപ്പിയിൽ ഔസ എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം എന്തുകൊണ്ട് ഇവിടെ വസാന്ന് മാത്രം എഴുതിയാൽ വസാന്ന് തന്നെ ഓതുള്ളൂ, അല്ല ഔസാന്ന് വരില്ല. അപ്പം ഔസ മറ്റൊരു ഓത്ത ആയതുകൊണ്ട് ഒരു കോപ്പിയിൽ വസാന്നും ആക്കി, മറ്റൊരു കോപ്പിയിൽ ഔസാന്നും ആക്കി. അതുകൊണ്ട് ഈ ഒരു എഴുത്തുകൊണ്ട് മാത്രം വ്യത്യസ്തമായ ഓത്തുണ്ട് എന്ന് അറിയാൻ സാധിക്കൂല. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ തെജ്രി തഹ്തഹൽ അൻഹാർ എന്നുള്ള ഓത്തുണ്ട്. സൂറത്ത് തൗബ 100-ാമത്തെ ആയത്ത് തെജ്രി തഹ്തൽ അൻഹാർ, അത് മിന്ന് കളഞ്ഞുകൊണ്ട്. എന്നാൽ മറ്റുള്ള ഓത്തിൽ എന്തുണ്ട്? തെജ്രി മിൻ തഹ്തിഹൽ അൻഹാർ എന്ന് മറ്റൊരു ഓത്തിലുണ്ട്. അപ്പൊ എന്താ ഒരു കോപ്പിയിൽ എന്താക്കി തെജ്രി തഹ്തൽ അൻഹാർ എന്നാക്കി, മറ്റൊരു കോപ്പിയിൽ തെജ്രി മിൻ തഹ്തിഹൽ അൻഹാർ എന്നാക്കി. മനസ്സിലായില്ലേ? അപ്പൊ എന്തായി വ്യത്യസ്തമായ രീതിയിൽ എഴുതിയെങ്കിലേ അവിടെ രണ്ടു തരം ഓത്തുള്ളൂ എന്ന് അറിയേണ്ടടുത്ത് ഒരു കോപ്പിയിൽ ഒരു രീതിയിൽ എഴുതും, മറ്റൊരു കോപ്പിയിൽ മറ്റൊരു രീതിയിൽ എഴുതുന്ന രീതിയും അംഗീകരിച്ചു പോന്നിരുന്നു. എന്തുകൊണ്ടാണ് സഹാബത്തിനെ ഈ ഒരു ശൈലി, ഒരു പദ്ധതി സ്വീകരിക്കാൻ അവരെ പ്രേരിപ്പിച്ചതെന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അവർ പരിശുദ്ധ ഖുർആനി വിവിധമായ രൂപത്തിലൂടെ അവർ കേട്ടുപോന്നിരുന്നു. അതുപോലെ അവര് ശീലിച്ചു പോകുന്ന എല്ലാ ആ ശൈലിയിലും അവർ കേട്ടുപോന്നിരുന്നു. അതുകൊണ്ട് ഈ ശൈലി എന്തായി തീർന്ന് അവർക്ക് വേഗം ഖുർആൻ കൂടുതൽ മനസ്സിലാക്കാനുള്ളതായിരിക്കുന്ന ഒരവസരം ആക്കി തീർത്തു. എത്രത്തോളം അവരെന്ത് ഒരു കോപ്പിയിൽ എങ്ങനെ ഒറ്റ കോപ്പിയിൽ എന്താ വ്യത്യാസപ്പെടുത്തി? ചില കോപ്പിയിൽ എന്ത് കാണാം? വസാന്ന് കാണാം, ചില കോപ്പിയിൽ ഔസാന്ന് കാണാം. ചില കോപ്പിയിൽ തജ്രി തഹ്തൽ അൻഹാർ എന്ന് കാണാം, വേറെ കോപ്പിയിൽ തജ്രി മിൻ തഹ്തിഹ എന്ന് കാണാം. ഇങ്ങനെ ചോദിച്ചാൽ ഖുർആനിൽപ്പെട്ട ഒന്നും ഒഴിവാക്കരുത് എന്നുള്ള നിർബന്ധം അവർക്കുള്ളത് കൊണ്ടാണ്. ഖുർആനിന്ന് ഒന്നും ഒഴിവാക്കരുത് എന്നുള്ള നിർബന്ധം കൊണ്ടാണ്. അല്ലെങ്കിൽ റസൂലുള്ളാഹിനെ തൊട്ട് മുത്തവാത്തറായി വന്നതായിരിക്കുന്ന ഒരൊറ്റ അക്ഷരങ്ങളും അതില്ലാതായി പോകരുത് എന്നുള്ളത് കൊണ്ടാണ് ഒരു ഓത്തിന് അങ്ങനെയും ഒരു കോപ്പിയിൽ ഇങ്ങനെയും മറ്റൊരു കോപ്പിയിൽ അങ്ങനെയും എന്നുള്ള രീതിയിൽ എഴുതിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? കാരണം റസൂലിനെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അയ്യുദാലിക ഖറഅതും അസബ്തും ഫലാ തുമാറു, എങ്ങനെ ഓതിയാലും ഒക്കെ ശരി തന്നെയാണ്, അതുകൊണ്ട് നിങ്ങൾ തർക്കിക്കേണ്ടതില്ല എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതായിരുന്നു സംഭവം. മനസ്സിലായില്ലേ? അപ്പൊ ഇതായിരുന്നു അവര് സ്വീകരിച്ചിരുന്ന ഖുർആൻ പകർത്താൻ സ്വീകരിച്ചിരുന്ന ശൈലി, മൻഹജ് ഇതായിരുന്നു നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഓരോ വിഷയങ്ങൾ എഴുതുമ്പോഴും എന്ത് ചെയ്യും മഹാനവറുകൾ? ഈ 4 അംഗ കമ്മിറ്റി അല്ലെങ്കിൽ 8 അംഗ കമ്മിറ്റി അല്ലെങ്കിൽ 12 അവര് ആരെ സമീപിച്ചിരുന്നു? വ്യത്യാസം വരുമ്പോഴും അല്ലാതെയൊക്കെ ഉസ്മാൻ റളിയല്ലാഹു തആല സമീപിച്ചുകൊണ്ട് അവസാനം തീർപ്പ് അവർ അവിടുന്ന് കൽപ്പിക്കുകയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഈ മുസ്ഹഫുകളൊക്കെ എന്താക്കി എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ പകർത്തിയ മുസ്ഹഫുകളൊക്കെ മേൽ പറയപ്പെട്ട രൂപത്തിൽ പകർത്തിയ മുസ്ഹഫുകളുടെ കോപ്പികൾ എന്ത് ചെയ്തു എന്നുള്ളതും അറിയേണ്ടതാണല്ലോ. ഉസ്മാൻ റളിയല്ലാഹു തആല കൽപ്പിച്ചു അത് ഇസ്ലാമിന്റെ അറിയപ്പെട്ടതായിരിക്കുന്ന രാജ്യങ്ങളിലേക്കൊക്കെ അയച്ചു കൊടുക്കാൻ വേണ്ടി മഹാനവറുകൾ കൽപ്പിക്കുകയുണ്ടായി. മാത്രമല്ല ഓരോ മുസ്ഹഫ് അയച്ചു കൊടുക്കുമ്പോഴും അതിന്റെ ആ മുസ്ഹഫ് ഓതിക്കൊടുക്കുന്ന ഒരു സഹാബിയെയും അയച്ചു കൊടുത്തിരുന്നു. മുസ്ഹഫ് മാത്രം അയച്ചു കൊടുത്തതല്ല, അത് സുരക്ഷിതമായിട്ട് അവിടെ എത്തിക്കാനും അത് ഖുർആൻ ശരിയാ നിലക്ക് ഓതിക്കൊടുക്കാൻ അറിയുന്ന ഒരു ഖാരിനെയും കൂടെ അയച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലായില്ലേ? എന്തുകൊണ്ട്? ഓതിക്കൊടുക്കുക എന്നുള്ളതാണ് ഖുർആൻ ഓതത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട്, അല്ലെ? ഒരാൾക്ക് ഇപ്പൊ കണ്ടാലും ഖുർആൻ ഓതുന്ന ശൈലി മനസ്സിലാവോ? പരിശുദ്ധ ഖുർആൻ നോക്കി അറബി തിരിയുന്ന ഒരാൾക്ക് പരിശുദ്ധ ഖുർആൻ നോക്കിയിട്ട് അതിന്റെ ശൈലിയിൽ ഓതാൻ സാധിക്കും. ശൈലി എന്നുള്ളത് തലക്കയാണ് അതിൽ അടിസ്ഥാനപരമായിട്ട് ആശ്രയിക്കുന്ന വിഷയം, ഓതിക്കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ കോപ്പിയോട് വ്യത്യസ്തമായ രൂപത്തിലൊക്കെ എഴുതി വെച്ചിരുന്ന സഹാബത്തിന്റെ കയ്യിലുണ്ടായിരുന്ന മറ്റ് കോപ്പികളെല്ലാം കരിച്ചു കളയാനോ അല്ലെങ്കിൽ വെള്ളം കൊണ്ട് മായ്ച്ചു കളയാനോ അവിടുന്ന് കൽപ്പിച്ചു. തർക്കം തീർക്കാൻ വേണ്ടി, ഭിന്നതയുടെ വിത്ത് പറിച്ചു കളയാൻ വേണ്ടി. അപ്പോ എല്ലാവരും അടിസ്ഥാനപരമായിട്ട് ആശ്രയിക്കേണ്ടത് മുസ്ഹഫുൽ ഇമാം എന്ന് പറയുന്ന റസ്മുൽ ഉസ്മാനി
കൊണ്ട് എഴുതപ്പെട്ടതായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഖലീഫ റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ച ആ കമ്മിറ്റി പകർത്തിയതായിരിക്കുന്ന മുസ്ഹഫിന്റെ കോപ്പികളാണ് എല്ലാവരും ഈ വിഷയത്തിൽ അവലംബിക്കേണ്ടത്. മറ്റ് സഹാബത്തിന്റെ കയ്യിലുള്ള മുഴുവൻ കോപ്പികളും ഒന്നുകിൽ അത് കരിച്ചു കളയുകയോ അല്ലെങ്കിൽ അതിനെ വെള്ളം കൊണ്ട് മായ്ച്ചു കളയുകയോ വേണമെന്ന് അവിടെ നിന്ന് നിർദ്ദേശിച്ചു. ലിയസ്തഇസ്ല ബിദാലിക സബബൽ ഖിലാഫി വന്നിസാഇ ബൈനൽ മുസ്ലിമീന ഫീ ഖിറാഅത്തി കിതാബില്ലാഹി. അല്ലാഹുവിന്റെ ഗ്രന്ഥത്തെ ഓതുന്നതിൽ മുസ്ലിമുകൾക്കുണ്ടായിരിക്കുന്ന ആ അഭിപ്രായഭിന്നതയും കുഴപ്പവും അവസാനിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഈ ഒരു നിർദ്ദേശം അന്നത്തെ സഹാബത്ത് മുഴുവനും അംഗീകരിച്ചിട്ടുണ്ട്. അന്നത്തെ സഹാബത്ത് ഫസ്തജാബ ലിദാലിക സഹാബത്ത് റളിയല്ലാഹു അൻഹും, അങ്ങനെ സഹാബത്ത് മുഴുവനും അംഗീകരിച്ച് അത് ഇജ്മാഅയി തീർന്നു. അങ്ങനെ മുസ്ഹഫുകൾ മുഴുവനും എന്ത് ചെയ്ത് ഒന്നുകിൽ മറ്റുള്ള മുസ്ഹഫുകളൊക്കെ കരിക്കുകയോ അല്ലെങ്കിൽ അതിനെ വെള്ളം കൊണ്ട് കഴുകുകയോ ചെയ്തുകൊണ്ട് അതിനെ ദുർബലപ്പെടുത്തി ഈ ഒരു മുസ്ഹഫ് മാത്രമായിരിക്കണം എക്കാലവും മുസ്ലിമീങ്ങൾ ഖുർആനായിട്ട് പരിഗണിക്കേണ്ടത്. മറ്റുള്ള ഹദീസുകൾ എഴുതിയതുണ്ടാവും, വിശദീകരണം എഴുതിയുണ്ടാവും, തഫ്സീർ എഴുതിയുണ്ടാവും, പലതും ഉണ്ടാവും. അതൊന്നും ഖുർആനായിട്ട് കൂടിക്കലർന്നു പോകരുത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് മേലാൽ എല്ലാവരും ദുസ്തൂറായിട്ട് പരിശുദ്ധ ഖുർആനായിട്ട് അംഗീകരിക്കണമെന്നുള്ള ആ ഖലീഫയുടെ നിർദ്ദേശം അന്ന് സഹാബത്തും താബികളും ഒന്നടങ്കം സ്വീകരിക്കുകയും അത് നടപ്പിൽ വരുത്തുകയും ചെയ്ത്. ബുഖാരിയിൽ കാണാം, ഹത്താ ഇദാ നസഖു സുഹുഫ ഫിൽ മസാഹിഫി റദ്ദ ഉസ്മാൻ സുഹുഫ ഇലാ ഹഫ്സത വഅർസല ഇലാ കുല്ലി ഉഫുഖിൻ ബിമുസ്ഹഫിൻ മിമ്മാ നസഖു വഅമറ ബിമാ സിവാഹു മിനൽ ഖുർആനി ഫീ കുല്ലി സഹീഫത്തിൻ വ മുസ്ഹഫിൻ അൻ യുഹറക. അങ്ങനെ മഹാന്മാരായ സഹാബത്ത് എന്ത് ചെയ്തു? പരിശുദ്ധമായ മുസ്ഹഫ് അവര് ഉസ്മാൻ റളിയല്ലാഹു ഹഫ്സ ബിവിയുടെ വീട്ടിലുണ്ടായിരുന്ന റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടായിരുന്ന പരിശുദ്ധ ഖുർആൻ ആ അസ്ലി കോപ്പിയിൽ നിന്ന് പകർത്തിയെടുത്തതിന് ശേഷം പ്രമുഖമായ ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് അത് അയച്ചു കൊടുക്കുകയും മറ്റുള്ളതെല്ലാം തന്നെ ഒരുമിച്ച് കൂട്ടി അത് ഒന്നിരിക്കൽ കരിച്ചു കളയോ മായ്ച്ചു കളയോ ചെയ്യുകയോ ചെയ്യണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. അതാ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വന്തമായിട്ടൊരു മുസ്ഹഫ് ഉണ്ടായിരുന്നു. അദ്ദേഹം തുടക്കത്തിൽ എന്ത് ചെയ്തിട്ടില്ല? ഈ തന്റെ മുസ്ഹഫ് കരിച്ചു കളയാൻ വേണ്ടി പറഞ്ഞപ്പോഴേ കുറച്ചൊരു വൈമനസ്യം തോന്നിയിട്ടുണ്ടായിരുന്നു. ആർക്ക്? അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു താൻ എഴുതി വെച്ച മുസ്ഹഫ് കരിക്കണം എന്ന് പറഞ്ഞപ്പോഴേ തുടക്കത്തിലത് അദ്ദേഹം കുറച്ച് തടസ്സമൊക്കെ ഉന്നയിച്ചു. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി ഉമ്മത്തിനെ ഏകോപിപ്പിക്കാൻ, ഭിന്നത പറിച്ചു കളയാൻ, ഐക്യം ഉണ്ടായിത്തീരാൻ, പരിശുദ്ധ ഖുർആന്റെ വിഷയത്തിൽ ഐക്യം ഉണ്ടായിത്തീരാൻ ഖലീഫയുടെ ആ നടപടി തന്നെയാണ് ഉചിതമെന്ന് മഹാനവറുകൾക്ക് ബോധ്യപ്പെടുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്തതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ ചുരുക്കത്തിൽ എല്ലാ സഹാബത്തും ഇതിനെ അംഗീകരിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇവിടെ ഏതെല്ലാം നാട്ടിലേക്കാണ് അയച്ചു കൊടുത്തതെന്നുള്ള അതും കൂടി നോക്കുക. മുസ്ഹഫ് ഒന്ന് മക്കയിലേക്ക്, 4 എണ്ണത്തിൽ നിന്ന് ഒന്ന് മക്കയിലേക്ക്, മറ്റൊന്ന് മദീനയിലേക്ക്, ഒന്ന് കൂഫയിലേക്ക്, ഒന്ന് ഷാമിലേക്ക്. മക്കത്തും മദീനത്തും ഒന്നുമാണല്ലോ ഇസ്ലാമിന്റെ കേന്ദ്രമതല്ലേ. ഒന്ന് മക്കത്ത് കൊടുത്തയച്ച്, മറ്റൊന്ന് മദീനത്ത് കൊടുത്തയച്ച്, ഒന്ന് കൂഫയിലേക്ക്, ഒന്ന് ഷാമിലേക്ക്. ഒന്ന് എവിടെ വെക്കുകയും ചെയ്ത്? തന്റെ അടുക്കൽ വെക്കുകയും ചെയ്ത്. 12 കോപ്പി ഉണ്ടെന്ന് ചിലർ പറയുന്നുണ്ട്, ചിലർ പറയുന്നു 4 കോപ്പി എടുത്തെന്ന് പറയുന്നു. ഏതായിരുന്നാലും അപ്പൊ തന്റെ അടുക്കൽ താൻ സൂക്ഷിച്ചതായിരിക്കുന്ന മുസ്ഹഫ്, അതിന്റെ പേരാണ് അൽ മാറൂഫ് ബി മുസ്ഹഫിൽ ഇമാം. ഇമാമായ ഉസ്മാൻ റളിയല്ലാഹു തആല മുസ്ഹഫ് എന്ന പേരിൽ അറിയപ്പെട്ട മുസ്ഹഫ് തന്റെ അടുക്കൽ സൂക്ഷിക്കുകയും ചെയ്ത്. അത് ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണല്ലോ എതിരാളികൾ, ശത്രുക്കൾ വന്ന് തന്നെ കൊലപ്പെടുത്തുകയും അതിന്റെ രക്തത്തിന്റെ കറ ഫസയക്ഫീകുഹുമുല്ലാഹു വഹുവ സമീഉൽ അലീം എന്ന് പറയുന്നതായ ഭാഗത്ത് അത് തന്റെ രക്തം ചീറ്റി അതിൽ രക്തക്കറ പിടിച്ചതായിട്ട് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഏതായിരുന്നാലാട്ടെ. അപ്പം ഇവിടെ പറഞ്ഞതാണ് 4 കോപ്പിയാണ് എടുത്തിരുന്നത്. 1 കോപ്പി തന്റെ കയ്യിൽ, ഒന്ന് മക്ക, മദീന, കൂഫ, ഷാം. 5 ഉണ്ടാവുമല്ലോ, ഒന്ന് അടിസ്ഥാനപരമായിട്ടുള്ളതും ഉണ്ടാവും. അപ്പോ 5 കോപ്പി ഉണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. ഒഖാൻ ഇബ്നു ദാവൂദ് ലമ്മാ കതബ സമീഅതു അബാ ഹാത്തിം സജിസ്താനി ലമ്മാ കതബ ഉസ്മാനുൽ മസാഹിബ ഹീന ജമാഅൽ ഖുർആന കതബ സബഅത്തൻ. അത് ശരി, അങ്ങനെ വരുന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധ ഖുർആൻ കോപ്പി എടുത്തപ്പോൾ 7 മുസ്ഹഫുകൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് മക്കയിലേക്ക്, വആഖറ ഇല ഷാമി, ഒന്ന് യമനിലേക്ക്, വഇലൽ യമനി വഇലൽ ബഹ്റൈനി, ഒന്ന് യമനിലേക്ക് കൊടുത്തയച്ചു, ഒന്ന് ബഹ്റൈനിലേക്ക് കൊടുത്തയച്ചു, ഒന്ന് ബസറയിലേക്ക് കൊടുത്തയച്ചു, മറ്റൊന്ന് കൂഫയിലേക്ക്, ഒന്ന് മദീനയിലും വെക്കുകയും ചെയ്തു. എന്നാൽ ബലപ്പെട്ട അഭിപ്രായം 7 6 എന്നേ ഉള്ളൂ. ഏതോ അവിടെ ബഹ്റൈനൊന്നും ഇവിടെ പറഞ്ഞില്ല. മനസ്സിലായില്ലേ? ഒരു വിഭാഗത്തിലാണ് അബൂദാവൂദിന്റെ ഒരു വിഭാഗത്തിലാണത് ബഹ്റൈനിൽ കൊടുത്തയച്ചുള്ളത്. പക്ഷേ റാജിഹായ അഭിപ്രായ പ്രകാരം
6 കോപ്പിയുള്ളത്. ഒന്ന് മക്ക, ഷാം, കൂഫ, ബസറ, മദീന. പിന്നെ ഇനി എന്താ റസ്മുൽ ഉസ്മാനി, അത് ഔദ്യോഗികമാണോ? റസ്മുൽ ഉസ്മാനി തൗഖീഫിയാണോ? എല്ലാവരും റസ്മുൽ ഉസ്മാനി അനുസരിച്ചുള്ള ഖുർആനാണോ ഓതേണ്ടത്, അതല്ല മറ്റു ഖുർആൻ ഓതാൻ പറ്റുമോ എന്നൊരു ചർച്ച ഉണ്ട്. മനസ്സിലായില്ലേ? റസ്മുൽ നമ്മളെ മദ്രസയിലൊക്കെ പഴയ കാലത്തൊക്കെ ഞാൻ കോതി പഠിക്കുന്ന കാലത്ത് ഈ റസ്മുൽ ഉസ്മാൻ ഇല്ല. റസ്മുൽ ഉസ്മാനി പിന്നീടാണല്ലോ, ഇപ്പൊ അടുത്തല്ലേ നമ്മുടെ നാട്ടിലൊക്കെ റസ്മുൽ ഉസ്മാനി. അത് തന്നെ ബഹുമാനപ്പെട്ട പിന്നെ ഖമറുലുലമയുടെ നേതൃത്വത്തിലുള്ള സമസ്ത കേരള ജമിയത്തുൽ നിലവിൽ വന്നതിന് ശേഷമാണ് മദ്രസകളിൽ എന്ത് ശരിക്കും പഠിപ്പിക്കാൻ തുടങ്ങിയത്. റസ്മുൽ ഉസ്മാനി നിലവിൽ വരാൻ തുടങ്ങിയത്. അതുവരെ തിരുവങ്ങാടിക്കാര് അടിച്ചുണ്ടാക്കുന്ന കോപ്പി ഇങ്ങനെ ഉള്ള പിന്നെ ഒരു നാടൻ അച്ചായിരുന്നു അല്ലേ. റസ്മുൽ ഉസ്മാനി എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുസ്ഹഫ് ബഹുമാനപ്പെട്ട ഷെയ്ഖുനയുടെ നേതൃത്വത്തിലാണ് ഇതിവിടെ തുടക്കം കുറിച്ചത്. അതിന്റെ ഫضല് മഹാനവറുകൾക്കും അന്ന് സഹകരിച്ച എല്ലാ ആളുകൾക്കുമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു തആല അതൊക്കെ മഹത്തായ പ്രതിഫലമായിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുമാറാവട്ടെ. അപ്പൊ റസ്മുൽ ഉസ്മാനി എന്നുള്ളത് തൗഖീഫിയാണോ, അതായത് അതിനെ പിന്തുടരൽ ഉമ്മത്തിന് നിർബന്ധമാണോ, അതിനെതിരാൻ പറ്റുമോ ഇല്ലയോ എന്ന ചർച്ച. എന്നാൽ ചിലർ പറയുന്നു റസ്മുൽ ഉസ്മാനി തന്നെ ആയിരിക്കണം ഓതേണ്ടത്, അത് തന്നെ ആയിരിക്കണം നാം പഠിക്കേണ്ടത്. അതിനെന്താ ഒരു തെളിവ് പറയുന്നത്? കാരണം വഹി എഴുതുന്ന ആളുകൾ പരിശുദ്ധ ഖുർആൻ ഈ രൂപത്തിൽ എഴുതിയതെന്നുള്ള റസൂലുള്ളാഹിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് സ്വഹാബത്ത് എഴുതിയത് ഏത് രൂപമാണോ അതാണ് റസ്മുൽ ഉസ്മാനി എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ തന്നെ ഓതണം, ആ രൂപത്തിൽ എഴുതാനും ഓതാനും പറ്റുകയുള്ളൂ. അല്ലാഹുവിന്റെ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് എഴുതിതാരിക്കുന്ന ഈ മുസ്ഹഫ് അംഗീകരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ തെളിവ്. മറ്റൊരു തെളിവ് പറയുന്നത് പിന്നെ പരിശുദ്ധ ഖുർആൻ ഇതേ രൂപത്തിൽ തന്നെയായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലും എഴുതിയിരുന്നത്. റസ്മുൽ ഉസ്മാനിയുടെ ലിപി അനുസരിച്ച് തന്നെയായിരുന്നു. പിന്നെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലും അതേ രീതിയിൽ തന്നെയായിരുന്നു ഓതിയിരുന്നത്. സഹാബത്ത് അതിന്മേൽ ഇജ്മാ ആയിട്ടുമുണ്ട്. ആരും അതിൽ ഭിന്നാഭിപ്രായം പ്രകടിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ഇജ്മാ നാം പിന്തുടരൽ നിർബന്ധമാണ്. ഇജ്മാൻ അംഗീകരിച്ചുകൊണ്ട് ഈ റസ്മുൽ ഉസ്മാനി എന്ന് പറയുന്ന ആ കിതാബ് തന്നെ എന്ത് ചെയ്യണം, നാം ഓതുകയും അത് തന്നെ ആ രൂപത്തിൽ തന്നെ അച്ചടിക്കുകയും ചെയ്യൽ നിർബന്ധമാണ് എന്നൊരു പറയുന്നു. മാത്രമല്ല ഉമ്മത്ത് ഈ റസ്മുൽ ഉസ്മാനിയോട് പിന്തുടരുകയാണ് ചെയ്തിരിക്കുന്നത്. മുസ്ഹഫ് എഴുതുന്നതിൽ അക്കാലം മുതൽ ഇക്കാലം വരെയുള്ള ആയിരിക്കുന്ന എല്ലാ കാലഘട്ടത്തിലുള്ള മുസ്ലിമീങ്ങളും റസ്മുൽ ഉസ്മാനി അനുകരിച്ചുകൊണ്ടാണ് അവർ മുസ്ഹഫ് എഴുതി പോന്നിരിക്കുന്നത്. പിന്നെ അങ്ങനെയുള്ള തെളിവുകളൊക്കെ അവർ പറയുന്നു. ചിലർ പറയുന്നതില്ല അത് തൗഖീഫി അല്ല, പിന്നെ അത് യോജിക്കൽ നിർബന്ധമല്ല. ഓരോരുത്തർക്കും അറബി ഭാഷ അനുസരിച്ചുകൊണ്ട് അതിനെ എഴുതാൻ പഴയ കാലത്തൊക്കെ നമ്മളെ മറസിലൊക്കെ പഠിപ്പിച്ച രീതിയിൽ എഴുതുന്നതിനോട് കുഴപ്പമില്ല എന്ന് പറയുന്നു. അവരെന്താ തെളിവുള്ളത്? സഹാബത്ത് എന്ന് എഴുതുന്ന കാലത്ത് ശരിയായ ഹത്തിന് അവർക്ക് ശരിക്കും മനസ്സിലാക്കിയവരായിരുന്നില്ല എന്നുള്ള രീതിയിലുള്ള ചില നിഗമനങ്ങൾ അതൊക്കെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. തെളിവുകളുടെ സ്ഥാനത്ത് അതൊന്നും നിലനിൽക്കുന്നതല്ല. ഏതായിരുന്നാലും അപ്പൊ റസ്മുൽ ഉസ്മാനി അനുസരിച്ചുകൊണ്ട് നമ്മളിപ്പോ ഒരു കത്തിൽ അല്ലെങ്കിൽ ഒരു ലേഖനത്തിൽ ഖുർആൻ എഴുതുകയാണെങ്കിൽ അതും റസ്മുൽ ഉസ്മാനി അനുസരിച്ച് ആവണോ ആവണ്ടേ എന്നൊരു ചർച്ചയും കൂടി വരുന്നുണ്ട്. നമ്മളൊരു ഖുർആൻ ആയത്ത് എഴുതുകയാണ് ഒരു ലേഖനത്തിൽ അല്ലെ ഒരു കിതാബില്, അപ്പൊ അതിലും റസ്മുൽ ഉസ്മാനി അനുസരിച്ചുകൊണ്ട് തന്നെ എഴുതണോ വേണ്ട എന്ന ചർച്ച. ഏറ്റവും നല്ലത് എന്താണ്? അത്യാവശ്യമായത് അതിലും റസ്മുൽ ഉസ്മാനിയെ സ്വീകരിക്കൽ തന്നെയാണ് വേണ്ടത്. പക്ഷെ നിർബന്ധമാണോ എന്ന വിഷയത്തിൽ അഭിപ്രായം എന്തെങ്കിലും അത്യാവശ്യമാണ്, അതും റസ്മുൽ ഉസ്മാനി തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. പിന്നെ ഇനി നമ്മള് പിന്നെ സമയം കഴിഞ്ഞല്ലോ അല്ലേ, ഇനി കുറച്ചുകൂടി ഭാഗങ്ങളുണ്ട്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക്, അതായത് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെയും ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെയും ഈ 2 ക്രോഡീകരണം, 3 ക്രോഡീകരണമാണല്ലോ. ഈ 2 ക്രോഡീകരണത്തിൽ നമ്മളുടെ വ്യത്യാസങ്ങൾ കുറച്ച് വളരെ സാരവത്തായ ദഖീഖായ വിഷയമാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. ഒരുപാട് സമയമല്ലേ, ഇനിയിപ്പം തൽക്കാലം നിർത്തുക. അല്ലാഹു തആല കേട്ടതും പറഞ്ഞതൊക്കെ നമ്മളിൽ നിന്ന് സാലിഹ അമലായി സ്വീകരിക്കട്ടെ. ഒന്നുപോയ അപാകതകളൊക്കെ അള്ളാഹു നമ്മളിൽ നിന്ന് വിട്ടുപുറത്ത് മാപ്പാക്കി അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ പിന്നെ സഞ്ചരിക്കുവാനും അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആന്റെ അനുയായികളായി ജീവിച്ച് അതിന്റെ അനുയായികളെ തന്നെ മരണപ്പെടാനുള്ള തൗഫീഖും അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.